श्रील प्रभुपाद। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्ण करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिका कान्ता राधा कान्त नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृन्दा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും എന്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധത്തില് 3 ശ്ലോകമാണ് ഇന്ന് നമ്മൾ രാവിലെയും വൈകുന്നേരമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ശ്രീമദ് ഭാഗവതം ഭഗവാൻ തന്നെയാണ്. ശ്രീമദ് ഭാഗവതം ഒരു വിഗ്രഹമാണ്. അതായത് ക്ഷേത്രം തന്നെ ഉണ്ട്. വേറെ എവിടെ ഗ്രന്ഥത്തിനെ മാത്രം പൂജിക്കുന്നത് എങ്ങനെയാണോ സിഖ് മതത്തിലുള്ളവർ, നിങ്ങൾ എവിടെയെങ്കിലും ഇവിടെ ഗുരുദ്വാരയിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാകും. അവര് സിഖുകാര് അമ്പലത്തിൽ വിഗ്രഹമോ വേറെ പ്രതിഷ്ഠയോ ഇല്ല, അവരുടെ ബുക്കിനെയാണ് അവര് പൂജിക്കുന്നത്, ഗ്രന്ഥ സാഹിബ്. അതേപോലെ ശ്രീമദ് ഭാഗവതത്തിനെ പൂജിക്കുന്ന ക്ഷേത്രങ്ങളും സ്ഥലങ്ങളൊക്കെ. ഭാഗവതം ഒരു വിഗ്രഹമാണ്. ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേവഹി, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം വേദാന്ത സാരം. 4 വേദങ്ങള്, 108 ഉപനിഷത്ത്, 18 പുരാണം ഇതിന്റെ സാരവുമാണ്. പിന്നെ ശാസ്ത്രങ്ങളുടെ കൺക്ലൂഷൻ എന്ന് പറയും മലയാളത്തില്? കൺക്ലൂഷൻ എന്ന് പറയും.
പരിസമാപ്തിയോ, അത് അവസാനം. സാരം എസൻസ്, സംഗ്രഹം ഇതാണ് സമ്മറി. സംഗ്രഹം സമ്മറി, സാരാംശം എസൻസ്, കൺക്ലൂഷൻ അതിന്റെ ഉപസംഹാരം, തീർപ്പ്, അതൊരു വിധം കറക്റ്റാണ്. അതിന്റെ അന്തിമം, അതിന്റെ അതായത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു, ഈ ഒരു പുസ്തകം മതി ഭഗവാനെ നേരിട്ട് മനസ്സിലാക്കാൻ. ഈ ഒറ്റ പുസ്തകം മതി. ഇത് ശ്രീമദ് ഭാഗവതം മാത്രം. പ്രഭുപാദർ എന്ത് ചെയ്തു? നമ്മുടെ ജനങ്ങൾ അത്രയ്ക്കും ഉയരാത്തത് കൊണ്ട് പ്രഭുപാദർ അതിനെ 3 സ്റ്റേജ് ആക്കി മാറ്റി. ആദ്യം ഭഗവത്ഗീത, പിന്നെ രണ്ടാമത്തത് ശ്രീമദ് ഭാഗവതം, മൂന്നാമത്തത് ചൈതന്യ ചരിതാമൃതം. ഭഗവത്ഗീത അവസാനിക്കുന്ന സ്ഥലത്ത് ശ്രീമദ് ഭാഗവതം തുടങ്ങും. ഭഗവത്ഗീതയുടെ അവസാനത്തെ ശ്ലോകം എന്താണ്? എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ തന്നുത്തര. കൃഷ്ണ ഭഗവാനാണ് സർവസ്വം എന്ന് പറഞ്ഞ് ഗീത അവസാനിക്കുന്നു. ശ്രീമദ് ഭാഗവതം ആ കൃഷ്ണനെ ധ്യാനിച്ച് ഭാഗവതം തുടങ്ങുന്നു. ഭാഗവതത്തിന്റെ ആദ്യത്തെ പ്രാർത്ഥന ശ്ലോകം വരി ഏതാണ്? ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ പ്രാർത്ഥന ശ്ലോകം വരി ഏതാണ്? ഓം നമോ ഭഗവതേ വാസുദേവായ. അവിടെ ഇരുന്നത് തുടങ്ങുന്നു. പിന്നെ നാമസങ്കീർത്തനത്തിൽ ഭാഗവതം അവസാനിക്കുന്നു. അവിടെ ഇരുന്ന് ചൈതന്യ ചരിതാമൃതം തുടങ്ങുന്നു. ചൈതന്യ മഹാപ്രഭു അവതരിക്കുമ്പോ തന്നെ, അന്ന് എന്ത് ദിവസമായിരുന്നു ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്? ഏത് ദിവസമായിരുന്നു? ആർക്കെങ്കിലും അറിയാമോ? ചൈതന്യ മഹാപ്രഭു അവതരിച്ച ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? അമാവാസ്യല്ല, ഗ്രഹണമായിരുന്നു. അന്ന് ഗ്രഹണമായിരുന്നു. അപ്പോ ഈ ബംഗാളിലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു രീതി എന്ന് പറഞ്ഞാല്, ആ ഗ്രഹണം അവസാനിക്കുന്ന സമയത്ത് എല്ലാവരും ചെന്ന് ഗംഗയിൽ മുങ്ങി ഹരി 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 എന്ന് നാമജപം ചെയ്യും. അപ്പൊ മഹാപ്രഭു ഭൂമിയിൽ പ്രത്യക്ഷമാകുന്നതിന് മുമ്പേ അവിടെ എന്ത് പ്രത്യക്ഷമായി? ഹരിനാമ സങ്കീർത്തനം പ്രത്യക്ഷമായി. സോ ഭാഗവതം ഹരിനാമ സങ്കീർത്തനത്തിൽ അവസാനിക്കുന്നു. ചൈതന്യ ചരിതാമൃതം ഹരിനാമ സങ്കീർത്തനത്തിൽ തുടങ്ങുന്നു. ഭഗവത്ഗീത കൃഷ്ണ ഭഗവാനാണ് സർവസ്വം എന്ന് അവസാനിക്കുന്നു. ശ്രീമദ് ഭാഗവതം കൃഷ്ണ ഭഗവാനിൽ ഇരുന്ന് തുടങ്ങുന്നു. ശ്രീമദ് ഭാഗവതം നാമസങ്കീർത്തനത്തിൽ അവസാനിക്കുന്നു. ചൈതന്യ ചരിതാമൃതം നാമസങ്കീർത്തനത്തിൽ നിന്ന് തുടങ്ങുന്നു. അപ്പൊ ഈ 3 ഗ്രന്ഥങ്ങളുടെയും ഒരു ബന്ധം മനസ്സിലായോ? ഏത് 3 ഗ്രന്ഥങ്ങള്? ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, ഈ 3ന്റെയും ഒരു ബന്ധം. അപ്പൊ ഇത് 3ഉം ഒരു വൈഷ്ണവന് പരമപ്രധാനം. വേറെ എവിടെയും ഒന്നും അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. ശ്രീമദ് ഭാഗവതം, ചൈതന്യ ചരിതാമൃതം, ഭഗവത്ഗീത, ഇത് 3ഉം മതി ഒരു കൃഷ്ണഭക്തന് പൂർണമായ ജ്ഞാനം നേടാനും ഭഗവാനെ സാക്ഷാത്കരിക്കാനും. ഇത് മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല എന്ന് ആചാര്യന്മാര് പറയും. ആ ശ്രീമദ് ഭാഗവതത്തിലും ആദ്യത്തെ 3 ശ്ലോകങ്ങൾ മതി. ഇപ്പോ ശ്രീമദ് ഭാഗവതം മുഴുവനും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ
ശ്രീമദ് ഭാഗവതത്തിൽ എത്ര ശ്ലോകമാണ്? 18,000 ശ്ലോകം. പക്ഷെ നമ്മൾ എണ്ണി അത്ര ഉണ്ടാവില്ല. ഭാഗവതത്തിൽ മൊത്തം 14,000 ശ്ലോകങ്ങളേ ഉള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാ 18,000 എന്ന് പറയുന്നത് എന്ന് വെച്ചാല്, ചില ശ്ലോകങ്ങളില് 6 വരി കാണും, ചില ശ്ലോകങ്ങളില് 3 വരി വെച്ചായിരിക്കും, കുറച്ച് നീളം കൂടുതലായിരിക്കും. അപ്പോ ഒരു ശ്ലോകത്തിന് ഒരു കണക്ക് അവർ പറയുന്നുണ്ട്, 32 ശബ്ദം. അത് വെച്ച് വീതിച്ച് കണക്ക് കൂട്ടുമ്പോ ശ്രീമദ് ഭാഗവതത്തിൽ എത്ര ശ്ലോകം വരും? 18,000 ശ്ലോകം വരും. എന്നാൽ ഭാഗവതത്തില് യഥാർത്ഥത്തിലുള്ളത് എത്ര ശ്ലോകമാണ്? 14,000 ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിന്റെ മീറ്ററൊക്കെ വെച്ച് കൃത്യം കണക്ക് കൂട്ടി നോക്കുമ്പോൾ 18,000 ശ്ലോകം. എന്നാൽ ചില സമയം ഈ 18,000 ശ്ലോകവും ഒരാൾക്ക് ഗ്രഹിക്കാൻ പറ്റി എന്ന് വരില്ല. അപ്പൊ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു, ആദ്യത്തെ 3 ശ്ലോകം മതി. അതിനകത്ത് തന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും സാരമുണ്ട്. ഇനി ആ 3 ശ്ലോകവും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ ആദ്യത്തെ 1 ശ്ലോകം മതി. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെ ഒരു വലിയ ആധ്യാത്മിക സമ്മേളനത്തിനായി ക്ഷണിച്ചു വരുത്തി. ഒരുപാട് ആധ്യാത്മിക വ്യക്തികളെല്ലാം കൂടിയിരിക്കുന്ന, പലതരത്തിലുള്ള ആധ്യാത്മിക വ്യക്തികൾ കൂടിയിരിക്കുന്ന ഒരു സമ്മേളനത്തിനായി ക്ഷണിച്ചു വരുത്തി. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ ശിഷ്യഗണങ്ങളോട് സമ്മേളനത്തിന് പോയി. അപ്പൊ മറ്റ് പ്രാസംഗികർ പറഞ്ഞു, ഇദ്ദേഹം പ്രസംഗിക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാം പോകും. കാരണം ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഫസ്റ്റ് നമ്മളെ കുറ്റം പറയും. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന് സിംഹഗുരു എന്നൊരു പേരുണ്ട്. പ്രചരണം നടത്തുന്നതില് ഒരു വിട്ടുവീഴ്ച, വെള്ളം ചേർക്കല്, ഇങ്ങനത്തെ യാതൊരു പരിപാടിയില്ല. അങ്ങനെ ഉള്ളതുപോലെ പറയും. ആൾക്കാരെ മുഖം നോക്കി മാറ്റി പറയാതൊന്നുമില്ല. അപ്പോ ഇവർക്ക് തന്നെ അറിയാം, അവര് പറയുന്നതില് അല്ലെങ്കിൽ ആ പ്രാസംഗികരുടെ ഭാഷണത്തില് ചിലപ്പോ തെറ്റുകുറ്റങ്ങൾ കാണും, സത്യമായിരിക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പൊ അവരെല്ലാവരും കൂടെ സംഘാടകരെ അടുത്ത് പറഞ്ഞു, ഈ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ സംസാരിക്കുവാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കില്ല. അപ്പൊ ഈ സംഘാടകരാകെ ബുദ്ധിമുട്ടില്ല. ഇത്രയും പേര് ഇറങ്ങിപ്പോകുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു? ഈ പ്രാസംഗികർക്കൊക്കെ ഓരോരുത്തർക്കായി അവസരം കൊടുക്കുന്നു. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന് അവസരം കൊടുത്തില്ല. അപ്പൊ ശിഷ്യന്മാര് ചെന്ന് ചോദിച്ചു, ഞങ്ങളുടെ ഗുരുദേവൻ എപ്പോഴാ സംസാരിക്കുന്നത്? അത് നാളെ, ഇന്ന് ഇവരൊക്കെ നാളെ. 2ാമത്തെ ദിവസവും അദ്ദേഹം വെയിറ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹം മനസ്സിൽ ഒരു സങ്കല്പം എടുത്തു, ഞാൻ ഭഗവാനെ കീർത്തിക്കാതെ ഭക്ഷണം കഴിക്കില്ല. ഇപ്പൊ നമ്മളൊക്കെ ഉള്ളതുപോലെ ഒരു ദിവസം 16 മാല ജപം തീർത്തില്ലെങ്കിൽ അന്ന് പ്രസാദം കഴിക്കും. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, ഞാൻ അന്ന് പ്രസാദം കഴിക്കില്ല. ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല, അദ്ദേഹം കഴിച്ചില്ല. ശിഷ്യന്മാരെടുത്ത് പറഞ്ഞു, നിങ്ങൾ പോയി കഴിച്ചോളൂ. ഗുരു കഴിക്കാതെ ശിഷ്യന്മാര് കഴിക്കോ? അവരും കഴിക്കുന്നില്ല. 2ാമത്തെ ദിവസവും വൈകുന്നേരം വരെ കാത്തിരുന്നു, അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല. അദ്ദേഹം ഉപവാസം ഇരുന്നു, ശിഷ്യന്മാരും ഉപവാസം ഇരുന്നു. 3ാമത്തെ ദിവസവും അദ്ദേഹം വൈകുന്നേരം വരെ കാത്തിരുന്നു, പ്രഭാഷണത്തിന് അവസരം കൊടുത്തില്ല. അദ്ദേഹം എണീറ്റ് പോയി. സംഘാടകരെല്ലാം വന്ന് കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ വെറും പ്രസൻസ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ ഭഗവാനെ പ്രകീർത്തിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാളാണ്. എനിക്ക് വേറെ ഒരു ഉദ്ദേശമില്ല.
നിങ്ങളെ കുറ്റം പറയുന്നില്ല, നിങ്ങൾക്ക് അതിനുള്ള അവസരമില്ലെങ്കിൽ കുഴപ്പമില്ല. 3 ദിവസം ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും പട്ടിണിയിരുന്ന് ഉപവസിച്ച് ഗംഗ കടന്നു ഗംഗയുടെ മറുവശത്ത് ചെന്നിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ശിഷ്യന്മാരെടുത്ത് കിച്ചടി ഉണ്ടാക്കാൻ, കിച്ചടി ഉണ്ടാക്കി അദ്ദേഹം എല്ലാരും ശിഷ്യന്മാരൊക്കെ കഴിച്ചു. അവിടെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ശ്രീമദ് ഭാഗവതത്തിന് പ്രഥമ ശ്ലോകത്തിന് വ്യാഖ്യാനം കൊടുത്തു, പ്രഭാഷണം കൊടുത്തു. എത്ര മണിക്കൂറാണ് അങ്ങനെ ആർക്കെങ്കിലും ഒരു പിടിയുണ്ടോ? അദ്ദേഹം ആ പ്രഥമ ശ്ലോകത്തിന് എത്ര മണിക്കൂറാണ് പ്രഭാഷണം കൊടുത്തത്? ഏതെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇപ്പൊ നമ്മളൊക്കെ ഒരു പ്രഭാഷണം 40 മിനിറ്റ്, കൂടിപ്പോയാൽ 1 മണി. 1 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാവരും എണീറ്റ് പ്രസാദ സമയമാവും, പോകാൻ തുടങ്ങും. ഇന്ന് പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് 9:30-ക്കാണ്, ലേറ്റ് ആക്കിയിട്ടുണ്ട്. എത്ര മണിക്കൂറാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ആ പ്രഥമ ഭാഗവതത്തിന്റെ പ്രഥമ ശ്ലോകത്തിന് പ്രഭാഷണം നൽകിയത് എന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അധികമില്ല, 1 മാസം. അവിടെ ഇരുന്ന് 1 മാസമാണ് ഈ ശ്ലോകത്തിനെ കുറിച്ച് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രഭാഷണം നൽകിയത്. ഈ 1 ശ്ലോകം മതി. 18,000 ശ്ലോകം ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര ശ്ലോകം? ആദ്യത്തെ 3 ശ്ലോകം. അതും ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്? 1 ശ്ലോകം മതി. നമ്മുടെ ഭാഗവതം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ പ്രഭുപാദർ ഈ ശ്ലോകത്തിനാണ് ഭാഗവതത്തിലെ വെച്ച് ഏറ്റവും കൂടുതൽ പർപ്പട്ട് എഴുതിയ ഒരേ ഒരു ശ്ലോകം, പ്രഥമ ശ്ലോകം. 4 പേജ് ഉണ്ട്. അങ്ങനെ പ്രഭുപാദർ ഒരു 10-12 പേജ് എഴുതിയിരിക്കുകയാണ് ഇതിന്റെ വ്യാഖ്യാനം മാത്രം. അത്രയ്ക്കും പ്രധാനമാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ ശ്ലോകം. ശ്രീ ശ്രീ കൃഷ്ണ ബലരാമ കീ. അപ്പൊ ഞാൻ ഒരു 5 വിഷയം പറഞ്ഞു. ശ്രീമദ് ഭാഗവതം എന്താണ്? അതാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇവിടെ എല്ലാരും ഓരോ പോയിന്റ് പറഞ്ഞു. ഭാഗവതം എന്താണ് എന്ന് നമ്മൾ ഒരു 4-5 പോയിന്റ് പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ശ്രീമദ് ഭാഗവതം എഴുതുള്ളൂ. 5 പോയിന്റ് എഴുതു. കയ്യക്ഷരം കൊള്ളാമോ? കൊള്ളൂല്ലേ? കയ്യക്ഷരം ആരുടെ കൊള്ളാം? ഹാൻഡ് റൈറ്റിംഗ് ആരുടെ കൊള്ളാം? സൂരജിന്റെ കൊള്ളാം? കൊള്ളൂല്ലേ? ആര്? ഹരിപ്രിയ മാതാജി എവിടെയാണ് ആളെ? ഡാൻസിന് പോകുന്നില്ലേ? 5 വിഷയമാണ് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ ഇതിനെ കുറിച്ച് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഭാഗവതം ഭഗവാൻ തന്നെയാണ്. പല സ്ഥലങ്ങളിലും ഈ ഗ്രന്ഥത്തിനെ പൂജിക്കുന്നുണ്ട്. ഭാഗവതം ഭഗവാനാണ്. രണ്ടാമത്തത്, ഭാഗവതം വിഗ്രഹമാണ്. രണ്ടാമത്തത് വിഗ്രഹമാണ് ഭഗവാൻ. ഭാഗവതം വിഗ്രഹമാണ്. മൂന്നാമത്തത് ഭാഗവതം കൃഷ്ണനാണ്. ഇപ്പൊ 3 കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഭാഗവതം ഭഗവാനാണ്, ഭാഗവതം വിഗ്രഹമാണ്, ഭാഗവതം കൃഷ്ണനാണ്, ഭാഗവതം കൺക്ലൂഷനാണ്, ഭാഗവതം സാരം, വേദങ്ങളുടെ സാരവുമാണ് ഭാഗവതം. ഭാഗവതം കൃഷ്ണനാണ്, വിഗ്രഹമാണ്, ഭഗവാനാണ്, കൺക്ലൂഷനാണ്. ശ്രീമദ് ഭാഗവതം എന്താണ്? തീർപ്പ്, കൺക്ലൂഷനാണ്. ലാസ്റ്റ് ഭാഗവതം വേദങ്ങളുടെ സാരമാണ്.
അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ ബ്രഹ്മാവ് ആദ്യം 4 വേദങ്ങളെ ബ്രഹ്മാവ് ചിട്ടപ്പെടുത്തി. അതായത് ഭാഗവതത്തിന്റെ ഉത്ഭവം നമ്മൾ നോക്കണം. ബ്രഹ്മാവ് ആദ്യം 4 വേദങ്ങളെ ചിട്ടപ്പെടുത്തി. വേദങ്ങൾ ബ്രഹ്മാവ് രചിച്ചതല്ല. വേദങ്ങൾ ആര് രചിച്ചതാണ്? വേദങ്ങൾ ഭഗവാൻ തന്നെ രചിച്ചതാണ്. ബ്രഹ്മസൂത്രം. അപ്പോ ബ്രഹ്മാവ് അതിനെ 4ആയി വിഭജിച്ചു, ചിട്ടപ്പെടുത്തി. ഏതൊക്കെയാണ് 4 വേദങ്ങള്? സാമവേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. പിന്നെ 18 പുരാണങ്ങൾ, 108 ഉപനിഷത്ത്. ഇതൊക്കെ ബ്രഹ്മാവ് വ്യാസമഹർഷിയെ കൊണ്ട് വ്യാസമഹർഷി ഇതെല്ലാം ചിട്ടപ്പെടുത്തി. എന്നിട്ടും തൃപ്തിയായില്ല വ്യാസദേവൻ. അപ്പൊ വ്യാസദേവന് വളരെയധികം ഇതെല്ലാം ചെയ്തിട്ടും ഒരു ആത്മസംതൃപ്തി വരാത്തത് കൊണ്ട് തന്റെ ആധ്യാത്മിക ഗുരുവായ നാരദ മഹർഷിയെ ക്ഷണിച്ചു വരുത്തി. നാരദ മഹർഷി വന്നിട്ട് വ്യാസമഹർഷിയെടുത്ത് എന്താ പറഞ്ഞത്? 4 വേദങ്ങൾ ചിട്ടപ്പെടുത്തി, 18 പുരാണങ്ങൾ എഴുതി, 108 ഉപനിഷത്തുകൾ എഴുതി. ഇതെല്ലാം വ്യാസദേവൻ ചെയ്തുവെങ്കിലും വ്യാസമഹർഷിക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടായില്ല. അപ്പൊ നാരദ മഹർഷി എന്താണ് വ്യാസന്റെ അടുത്ത് പറഞ്ഞത്? ഭഗവാന്റെ ഗുണകർമ്മ ലീലകൾ എഴുതാൻ പറഞ്ഞു. ശ്രീമദ് ഭാഗവതം ഉപനിഷത്തിൽ പെടുമോ, പുരാണങ്ങളിൽ പെടുമോ, വേദങ്ങളിൽ പെടുമോ? ശ്രീമദ് ഭാഗവതം ഉപനിഷത്തിൽ പെടുമോ, പുരാണങ്ങളിൽ പെടുമോ, പിന്നെ വേദങ്ങളിൽ പെടുമോ? പുരാണങ്ങളിൽ പെടും. അപ്പോ ഓൾറെഡി വ്യാസൻ 18 പുരാണം രചിച്ചിട്ടുണ്ട്. ആ 18 പുരാണങ്ങളിൽ ഒന്നാണ് ഏത്? ശ്രീമദ് ഭാഗവതം. അപ്പൊ നാരദ മഹർഷി യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? വ്യാസദേവൻ 4 വേദങ്ങളെ ചിട്ടപ്പെടുത്തി 18 പുരാണങ്ങൾ രചിച്ചു. ശ്രീമദ് ഭാഗവതം 18 പുരാണത്തിൽ വരുന്നതാണ്. പിന്നെ 108 ഉപനിഷത്തുകൾ രചിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടായില്ല. നാരദ മഹർഷി, തന്റെ ആധ്യാത്മിക ഗുരു, അവിടെ വന്നു വ്യാസ മഹർഷിയെടുത്ത് കൃത്യം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കാരണം ഭാഗവതം ഓൾറെഡി എഴുതി കഴിഞ്ഞു. പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? റീറൈറ്റ് ചെയ്യാൻ. ഓക്കെ, അത് ഏകദേശം ശരി. ഒന്നും കൂടെ തിരുത്തി എഴുതാൻ. ആ തിരുത്തി എഴുതുന്നതിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ഭഗവാന്റെ ഗുണകർമ്മ ലീലകളെ നീ വിശാലമായി എഴുതണം. അത് ചെയ്തപ്പോ വ്യാസമഹർഷിക്ക് തൃപ്തിയായി. അപ്പൊ ഭാഗവതം ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ചും കൂടെ എന്തായിരുന്നു? കൺസൈസ്ഡ് ആയിരുന്നു. അപ്പോ വ്യാസമഹർഷിയെ കൊണ്ട് നാരദ മുനി ഭഗവാന്റെ ലീലകളെ കുറിച്ച് എഴുതാൻ പറഞ്ഞത് കൊണ്ട് അതിന് ശേഷം വ്യാസദേവൻ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് നേരിട്ട് എഴുതി. ഭാഗവതത്തിൽ എത്ര സ്കന്ധങ്ങളാണ്? ഭാഗവതത്തിൽ എത്ര സ്കന്ധമാണ്? 12 സ്കന്ധം. ഏത് സ്കന്ധമാണ് ഏറ്റവും വലുത്? 10ാമത്തെ സ്കന്ധം. 10ാമത്തെ സ്കന്ധം ആരെ കുറിച്ചുള്ളതാ? ഭഗവാൻ, ഭാഗവത പുരുഷന്റെ തിരുമുഖം. അതുകൊണ്ടാണ് ആ 10ാമത്തെ സ്കന്ധം അത്രയും വലുതായത്. എന്തുകൊണ്ടാ? വ്യാസമഹർഷി 2ാമത്തെ പ്രാവശ്യം എഴുതിയതാണ് ഈ 10ാമത്തെ സ്കന്ധം. അതും ഭഗവാന്റെ ഗുണലീലകളെല്ലാം അത്രയും വിശാലമായി എഴുതി വ്യാസമഹർഷി ആ ലീലകളിൽ ആറാടി ആനന്ദത്തിൽ അങ്ങ് മുഴുകി.
സന്തോഷം കൊണ്ട് രോമാഞ്ചമുണ്ടായി ആനന്ദ പുളഹിതനായി അദ്ദേഹം എഴുതും തോറും സമുദ്രത്തിൽ തിരമാലകൾ ഉണ്ടാകുന്നത് പോലെ ദശമസ്കന്ധം വലുതായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ദശമസ്കന്ധം മറ്റ് എല്ലാ സ്കന്ധങ്ങളെക്കാളും ശ്രീമദ് ഭാഗവതത്തിൽ 1/3 ദശമസ്കന്ധം, ബാക്കി 2/3 ആണ് ബാക്കി 11 സ്കന്ധങ്ങൾ. മനസ്സിലായില്ല? അത്രയും വിശാലമായി മാറി. അപ്പോ ശ്രീമദ് ഭാഗവതത്തിന്റെ മെയിൻ വിഷയം ആരാണ്? സിമ്പിൾ, നേരിട്ട് കൃഷ്ണൻ തന്നെയാണ്. അതാണ് യഥാർത്ഥ മെയിൻ വിഷയം ശ്രീമദ് ഭാഗവതത്തിൽ. മറ്റ് അവതാര ലീലകള്, മറ്റു വർണ്ണനകള്, മറ്റ് രാജവംശങ്ങള്, ഇതെല്ലാം ഭാഗവതത്തിൽ വിശദീകരിക്കുമെങ്കിലും കാതലായ പ്രധാന ഭാഗം ശ്രീമദ് ഭാഗവതത്തില് ഏതാണ്? കൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം വേദങ്ങളുടെ സാരം. എന്തുകൊണ്ടാ? വ്യാസമഹർഷി അത് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ബ്രഹ്മസൂത്രത്തിന്റെ പ്രധാന സൂത്രത്തിന്റെ വാക്ക് എടുത്ത് തന്നെ ഭാഗവതം തുടങ്ങി. കാരണം അന്ന് വേദാന്തികളൊക്കെ പറയും, ഭാഗവതമൊക്കെ കഥയല്ലേ, അതൊന്നും നമുക്ക് എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അന്നൊക്കെ ചർച്ച ചെയ്യുന്നതും തർക്കിക്കുന്നതും തന്നെ എല്ലാം സംസ്കൃതത്തിലും സംസ്കൃത പണ്ഡിതന്മാരുമാണ്. രാവിലെ ഇഡലി കൊള്ളൂല്ലെങ്കിൽ അരമണിക്കൂർ പണ്ഡിതന്മാരിന്ന് സംസ്കൃതത്തിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യും. ഒരാൾ ചീത്ത വിളിക്കുന്നത് ഏത് ഭാഷയിലായിരിക്കും? സംസ്കൃതത്തിൽ. അപ്പൊ അതിന്റെ ഗ്രാമർ ശരിയല്ല, വ്യാകരണം ശരിയല്ല, അതിനെക്കുറിച്ച് ഒരു എസൻസ്. കാരണം അത്രയും ലോകത്തിലെ ഇന്ന് ആൾക്കാർ പറയുന്നു, ലോകത്തിലെ വളരെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഷ അറബിക്കും ചൈനീസും എന്നാണ് ലോകം പറയുന്നത് ഇന്നത്തെ കാലത്ത്. പക്ഷെ യഥാർത്ഥത്തിൽ ലോകത്തില് ഏറ്റവും ടഫായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഭാഷ, മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷ ഏതാണ്? സാൻസ്ക്രിറ്റ് ആണ്. കാരണം മിനിമം ബേസിക് മിനിമം ഒരു ശബ്ദത്തിന് 12 അർത്ഥം ഉണ്ടാവും. മിനിമം, അത് കൂടെ ഉള്ളൂ. അപ്പൊ ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജ് ഏതാണ്? സാൻസ്ക്രിറ്റ് ആണ്. അതുകൊണ്ട് കവികൾ എന്ത് ചെയ്യും? രാജാക്കന്മാരെ സ്തുതിക്കുന്നത് പോലെ ചീത്ത പറയും, ചീത്ത പറയുന്നത് പോലെ സ്തുതിക്കും. അവരെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ചെയ്താല് അവർ വാക്കുകളെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് വേറെ ഒരു അർത്ഥം തരും, രാജാവ് ഉണ്ടാണ്ടില്ല. അത്ര എക്സ്പേർട്സും പണ്ഡിതന്മാരായിരുന്നു ആര്? ഈ സംസ്കൃതത്തിൽ കൂടെ നൈപുണ്യം നേടിയ വ്യക്തികൾ. അപ്പൊ അവരെടുത്തൊക്കെ കൃഷ്ണൻ സുപ്രീമാണെന്ന് സ്ഥാപിക്കാൻ ഭാഗവതം എടുത്ത് അവർ സ്വീകരിക്കില്ല. അത് കഥയല്ലേ, ആരോ എഴുതി വെച്ചത്. കാരണം ഭാഗവതത്തിൽ തന്നെ ബ്രഹ്മാവ് വിനയപൂർവം പറഞ്ഞു, ഞാൻ എഴുതിയതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നറിയാതെ അദ്ദേഹം ഒരു വരി പറഞ്ഞു. നമ്മുടെ വൈഷ്ണവരൊക്കെ പറയൂലേ, ഈ നാടകം അവതരിപ്പിച്ചാൽ അവസാനം സംഘാടകർ പറയൂലേ, ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതായിരുന്നു, 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തതാണ്, അതുകൊണ്ട് ഈ നാടകത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാ നാടകക്കാരും പറയുന്നത്. അതേപോലെ വ്യാസമഹർഷി ശ്രീമദ് ഭാഗവതത്തിന്റെ 12-ാം സ്കന്ധത്തിൽ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ ചിലപ്പം തെറ്റുകൾ ഉണ്ടായേക്കാം. അത് അദ്ദേഹം വിനയം കൊണ്ട് പറഞ്ഞതാണ്. ഈ ഹരേ കൃഷ്ണക്കാര് പറയൂലേ, ഐ എം സർവന്റ്. നിങ്ങൾ ചെന്ന് ഒരു ജോലി പറഞ്ഞു നോക്ക്, അപ്പൊ അവരുടെ സ്വഭാവം അറിയാൻ പറ്റും. അതൊക്കെ ഒരു വിനയം, ഒരു അലങ്കാരത്തിന് പറയണതാണ്. ഞാൻ അങ്ങയുടെ ദാസൻ, ആ ചേരെടുത്ത് അവിടെ വൈ, അത് അവൻ ചെയ്തത് ഇല്ലേ? അതൊക്കെ ഒരു അലങ്കാരം. വ്യാസമഹർഷി യഥാർത്ഥ വിനയം കൊണ്ട് 12-ാം സ്കന്ധത്തിൽ ഞാൻ പറഞ്ഞതിലും ഞാൻ ക്രോഡീകരിച്ചതിലും ഹയറാർക്കിയിലും രാജാക്കന്മാരുടെ വംശങ്ങൾ വിവരിച്ചതിലും ഭഗവത് കഥകൾ പറഞ്ഞതിലും ചിലപ്പം തെറ്റുകൾ ഉണ്ടായേക്കാം. ഉടനെ പണ്ഡിതന്മാർ ആ ശ്ലോകത്തിനെ കയറി പിടിച്ചു. വ്യാസൻ തന്നെ പറയുന്നത് തെറ്റാണ് പോയി. ഇങ്ങനെ വേദാന്തികൾ ഇത് സ്വീകരിക്കില്ല എന്ന് വന്നത് കൊണ്ടും
ബ്രഹ്മസൂത്രം തുടങ്ങുന്നത് അഥാതോ ബ്രഹ്മജിജ്ഞാസ, ഈശ്വരനെ തിരിച്ചറിയുക എന്ന ശ്ലോകത്തിൽ. അതിന്റെ പ്രഥമ സൂത്രം ജന്മാദി യസ്യ എന്ന് തുടങ്ങുന്നു. ആ വാക്കിനെ തന്നെ വ്യാസമഹർഷി എടുത്തിട്ട് ശ്രീമദ് ഭാഗവതവും തുടങ്ങി. എന്ത് ശ്ലോകം? ജന്മാദി യസ്യ യഥോ അന്വയാ വിതരതസ്. അങ്ങനെ അത് തന്നെ എടുത്ത് തുടങ്ങി. അതിന്റെ അർത്ഥം എന്താണ്? ഇതാണ് വേദാന്ത സൂത്രം. ശ്രീമദ് ഭാഗവതമാണ് വേദാന്ത സൂത്രം. ശ്രീമദ് ഭാഗവതമാണ് വേദങ്ങളുടെ സാരം. ഇത് തെളിയിക്കാൻ വേണ്ടിയാണ് ആ ഫസ്റ്റ് ലൈൻ എടുത്ത് തന്നെ അദ്ദേഹം തുടങ്ങിയത്. ശരി, ഇനിയാണ് ശ്രീമദ് ഭാഗവതത്തിൽ പല ചർച്ചകളുണ്ട്, പലരുടെയും സംവാദങ്ങളുണ്ട്, ചർച്ചകളുണ്ട്. ഏതെങ്കിലും ഒന്ന് രണ്ട് ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഫുൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഒരാള് ചോദ്യം ചോദിക്കും, ഇനി ഒരാൾ ഉത്തരം പറയും, അത്രയേ ഉള്ളൂ. അത് ഫുള്ളും ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അത് എന്തിനാ ആ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്? ചിലര് ശാസ്ത്രങ്ങൾ എഴുതുന്നത് നാടക രൂപത്തിലാണ്. വ്യാസമഹർഷി എഴുതിയത് മുഴുവനും ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ രൂപത്തിലാണ്. ഇപ്പൊ രാമായണം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിലും അതൊരു കഥാരൂപം, ഇതിഹാസം. പക്ഷേ 108 ഉപനിഷത്തുകളും ഭാഗവതവും ഭഗവത്ഗീതയും മുഴുവനും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫോർമാറ്റിലാണ്. വേറെ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ടില്ല. പല ഫോർമാറ്റ് ഉണ്ട് ശാസ്ത്രങ്ങൾ. കഥാരൂപമുണ്ട്, കവിതാരൂപമുണ്ട്, പല രൂപമുണ്ട്. പക്ഷേ വ്യാസമഹർഷി ബേസിക് ആയിട്ട് എടുത്തിട്ടുള്ള ഫോർമാറ്റ് മുഴുവനും എന്ത് ഫോർമാറ്റാണ്? ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റ്, ചോദ്യോത്തരങ്ങൾ. എന്തിനാണെന്ന് വെച്ചാല് ആധ്യാത്മിക ജീവിതത്തിൽ ചോദ്യങ്ങൾ ചോദിക്കണം, അത് മനസ്സിലാക്കണം, ഗ്രഹിക്കണം, അത് ലൈഫിൽ പാലിക്കണം. വിനയത്തോട് ചോദ്യങ്ങൾ ചോദിക്കണം, അതിനെ ഗ്രഹിക്കണം, അതിനെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങളെല്ലാം ചോദ്യോത്തര ഫോർമാറ്റിലായിട്ടുള്ളത്. ശരി, ഒരു ബേസിക് ആയിട്ട് ചിലരുടെ കോൺവെർസേഷൻ ഉണ്ട് ഭാഗവതത്തിൽ. അതിൽ പരമപ്രധാനമായ കോൺവെർസേഷൻസ്, സംഭാഷണം, സംവാദം ആരുടെയൊക്കെയാണ്? എനി ഐഡിയ? നാരദ, വ്യാസ, പരീക്ഷത്ത്, ശുഖമഹർഷി. തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? നൈമിഷാരണ്യത്തില് സൂതഗോസ്വാമിയും ആയിരക്കണക്കില് അവിടുത്തെ ഋഷിമാരും. 3 സംവാദം നമ്മൾ എടുത്തു. നൈമിഷാരണ്യത്തിലെ സൂത പൗരാണികനും ആ ഋഷിമാരുമുള്ള സംവാദം, നാരദ വ്യാസ സംവാദം, പരീക്ഷിത്ത് ശുഖമഹർഷി സംവാദം. ഇത് 3ഉമാണ് റിഫ്ലക്ട് ചെയ്ത് ഈ 3 കോൺവെർസേഷൻ ആണ്. ഈ 3 കോൺവെർസേഷൻ, ഒന്ന് ഉത്തമ, ഒന്ന് മധ്യമ, ഒന്ന് കനിഷ്ഠ. 3 ചോദ്യോത്തരങ്ങളുണ്ട്. ഇതിൽ ഒരു സെറ്റ് ചോദ്യോത്തരങ്ങൾ ഏറ്റവും ഉയർന്നത്, രണ്ടാമത്തെ സെറ്റ് ചോദ്യോത്തരങ്ങൾ മധ്യമം, മൂന്നാമത്തെ സെറ്റ് ചോദ്യോത്തരങ്ങൾ കനിഷ്ഠ. ഏതൊക്കെയായിരിക്കും? ഒന്ന് മാച്ച് ദ ഫോളോയിങ് ചെയ്ത് നോക്കൂ. 3 സെറ്റ് ചോദ്യോത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പരീക്ഷിത്തും ശുകദേവും, നൈമിഷാരണ്യ സൂത പൗരാണികനും സേജസ്സും, വ്യാസമഹർഷിയും ബ്രഹ്മാവും. ഇത് ഉത്തമ, മധ്യമ, കനിഷ്ഠ. മാച്ച് ദ ഫോളോയിങ്. ഏതായിരിക്കും ഉത്തമം? ആരാ? നാരദ വ്യാസ ഉത്തമം. ശുകദേവ് ഗോസ്വാമിയും പരീക്ഷിത്തുമാണ് ഉത്തമം. എന്തുകൊണ്ടാണ്? ശുകദേവ ഗോസ്വാമിയും പരീക്ഷിത്ത് സംവാദമാണ് ഉത്തമം. എന്തുകൊണ്ടാണ്? പരീക്ഷത്തിന് വേറെ ഉദ്ദേശമേ ഇല്ല. 7 ദിവസം അഹോരാത്രം അവര് ഭക്ഷണം കഴിച്ചില്ല. എന്ന് വെച്ചാൽ വിശപ്പും ദാഹവും ഇല്ല.
പിന്നെ പരീക്ഷത്തിന് ഈ ചോദ്യം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ പോയി PhD പരീക്ഷ എഴുതേണ്ട ആവശ്യവും ഇല്ല. പരീക്ഷത്തിന് ഭക്തിശാസ്ത്രി എഴുതി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം, അങ്ങനെ ഒരു ആവശ്യവും ഇല്ല. വിശപ്പും ദാഹവും ഇല്ല, മരണഭയവും ഇല്ല പരീക്ഷത്തിന്. പരീക്ഷത്ത് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് സിർഫ് ഭഗവാനെ കാലി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ പരീക്ഷത്തിന്? ശരി, ഇനി ശുകമഹർഷിക്ക് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് വല്ല ഫീസോ എന്തെങ്കിലും കിട്ടോ? ശുകമഹർഷിക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഭഗവാനെ പ്രീതിപ്പെടുത്തുക. പരീക്ഷത്തിന് ഭഗവാനെ കുറിച്ച് കേൾക്കുക. അദ്ദേഹം വിശപ്പും ദാഹത്തിനെ മറികടന്നു, ക്ഷീണം മറികടന്നു, പിന്നെ മരണഭയം ജയിച്ചു. പിന്നെ ഒരു പ്രധാന ശ്ലോകം അർത്ഥം പറയുന്നത് പരീക്ഷിത്ത് അസൂയയിലിരുന്ന് രക്ഷപ്പെട്ടു. അവിടെ പ്രഭുപാദർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു, മനസ്സിൽ അസൂയ ഉള്ള ഒരാൾക്ക് ഭാഗവതം ഒരിക്കലും മനസ്സിലാവില്ല. മനസ്സിൽ എന്തുള്ള ആൾക്ക്? അസൂയ ഉള്ളവർക്ക് ശ്രീമദ് ഭാഗവതം ഒരിക്കൽ. ഇത് മൂന്നിനെയും പരീക്ഷത്ത് വിജയിച്ചു. അതുകൊണ്ട് പരീക്ഷത്തിന്റെ ചോദ്യ ഉത്തരം ഉത്തമം. മധ്യമം ഏതാണ്? മധ്യമം ഏതാണ്? അല്ല, നാരദവ്യാസ മധ്യമം. എന്തുകൊണ്ടെന്ന് വെച്ചാല് നാരദ മഹർഷി വ്യാസൻ നാരദന്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കുമ്പോ കൺഫ്യൂസ്ഡ് ആയി, തൃപ്തിയില്ലായിരുന്നു. എന്തുകൊണ്ട് തൃപ്തിയില്ല? 4 വേദങ്ങൾ ചിട്ടപ്പെടുത്തി, 18 പുരാണം ചിട്ടപ്പെടുത്തി, 108 ഉപനിഷത്തും ഇത്രയും ചെയ്തിട്ടും വ്യാസമഹർഷിക്ക് എന്തില്ലായിരുന്നു? സംതൃപ്തി ഇല്ലായിരുന്നു. എന്തോ ഒരു മനപ്രയാസം, എന്തോ ഒരു ആത്മസംതൃപ്തി ഇല്ല. അപ്പൊ ആ ഒരു ഭാവത്തിൽ ചോദ്യം ചോദിച്ചത് കൊണ്ട് അത് മധ്യമം. അപ്പൊ കനിഷ്ഠ അല്ലെങ്കിൽ മൂന്നാമത്തെ കാറ്റഗറി ഏതാണ്? സൂത ഗോസ്വാമി എടുത്ത് കാരണം നൈമിഷാരണ്യ സേജസ് ചോദിച്ചപ്പോ ഭഗവാനെ കുറിച്ച് മാത്രമല്ല വേറെ ചോദ്യങ്ങൾ അതിലുണ്ടായിരുന്നു. അവതാരങ്ങൾ എന്താണ്, മന്വന്തരങ്ങൾ എന്താണ്, ബ്രഹ്മാവിന്റെ കാലയളവ്. നിങ്ങൾ ഫസ്റ്റ് കാൻറ്റോ ശ്രീമദ് ഭാഗവതം വായിച്ചാൽ 6 ചോദ്യങ്ങൾ ഉണ്ടാകും. അതിലെന്തൊക്കെയാ? മന്വന്തരങ്ങൾ എന്താ, ബ്രഹ്മാവിന്റെ ലൈഫ് ടൈം എന്താണ്, ഇല്ലേ? ഇപ്പൊ ഇവിടെ അമ്പലത്തിൽ വന്ന ഉടനെ നമ്മൾ ഒരു അമ്പലത്തിൽ വരികയാണ്, കൃഷ്ണനെ കാണണം, നാമജപം ജപിക്കണം, ഭഗവത്ഗീത വായിക്കണം എന്ന് പറഞ്ഞാല് അദ്ദേഹം ഉത്തമമായി ക്ഷേത്രത്തിൽ വന്ന ആളാ. പ്രസാദം എവിടെ കിട്ടും, ബാത്റൂം ടോയ്ലറ്റ് എവിടെയാണ്, വെള്ളം എവിടെ കിട്ടും എന്നും കൂടെ ചോദിച്ചാല് അദ്ദേഹം മധ്യമത്തിൽ അമ്പലത്തിൽ വന്നതാ. ഇവിടുത്തെ ഭാരവാഹികൾ ആരാണ്? ഇവിടെ ഒന്നും തൂത്ത് വൃത്തിയാക്കിയില്ലല്ലോ, ഇതല്ല ഇങ്ങനെയല്ല ശരിയാ, ഫാനൊക്കെ വേണം ഹാളിൽ, ഭയങ്കര ചൂടാണ്. ഇങ്ങനെ ഒരാൾ അമ്പലത്തിനകത്ത് കയറി വന്നാൽ ഏതവസ്ഥയിലാണ്? അതേപോലെ ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണനെ മാത്രം ചോദിച്ചു വന്നത് പരീക്ഷിത്ത്, മനപ്രയാസം മനസ്സിൽ ഒരു ആശങ്കയോട് വന്നത് വ്യാസൻ, പിന്നെ ബ്രഹ്മാവിന്റെ കാലയളവും മന്വന്തരവും എല്ലാം അറിയാൻ വേണ്ടി ചോദ്യം ചോദിച്ചത് നൈമിഷാരണ്യത്തിൽ ഋഷിമാർ. അങ്ങനെ ഭാഗവതം 3 തരത്തിലുള്ള. അപ്പൊ നമ്മൾ ഏതെടുക്കണം? ഉത്തമമായ പരീക്ഷിത്ത് ശുകമഹർഷിയുടെ സംഭാവന. ഓക്കെ, അപ്പൊ എല്ലാവരും ഫോണിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ശ്ലോകം ഓപ്പൺ ചെയ്തോളൂ. ഫസ്റ്റ് ശ്ലോകം ഓപ്പൺ ചെയ്തോളൂ. എനിക്കിത് പാടാൻ അറിയില്ല. പാട്ടുകാരാരെങ്കിലും ഉണ്ടോ? ഈ ശ്ലോകം ഇന്ന് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് ശ്ലോകം പാടാറിയാം? ആർക്കറിയാം? ഓക്കെ, ലൗഡർ, എല്ലാവർക്കും കേൾക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
शिवाय അല്ല അടുത്തതും കൂടെ വരണം, അപ്പോഴേ ബ്രേക്ക് ആവും. ജന്മാദ്യസ്യ യതോ അന്വയാദി തരത ബ്രഹ്മഹൃദായ ആദി കവയേ സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര പ്രസർഗോ മൃഷാ സ്വേന സദാ നിരഷ്ടകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി ജന്മാദ്യസ്യ യഥാ അന്വയതി തരതഃ ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദി കവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയ യത്ര സർഗോ മൃഷാ കാമസ്വേന സദാ നിരഷ്ടകുഹകം സത്യം പരം ധീമഹി. വേറെ ആരെങ്കിലും ഈ ശ്ലോകം ഇന്ന് വൈകുന്നേരം പഠിക്കണം? ഒരു 4-5 പേര് ആരെങ്കിലും? ജന്മാദിയസ്യ യഥാന്വയതി തരതഃ ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദി കവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ കാമസ്വേന സദാ നിരഷ്ടകുഹകം സത്യം പരം ധീമഹി. വേറെ ഉറക്കം മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയ യത്ര സർഗോ മൃഷാ സത്യം. വെരി ഗുഡ്. നിങ്ങൾക്ക് ആഗ്രഹിക്കില്ല. വേറെ ആരെങ്കിലും? വേറെ ആരെങ്കിലും? ചാർത്തേഷ്വഭിജ്ഞസ്വരാട് ആദി കവയേ മുഹ്യന്തി യത്സൂരയഃ
विनिमयो यत्र सर्गो वृषा स्वेन सदा निरस्तकुहकम् सत्यं परं धीमहि। ഉറക്ക तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरया तेजो वारिमृतां यथा विनिमयो यत्र सर्गो वृषा स्वेन सदा निरस्तकुहकम् सत्यं परं धीमहि। सो ജന്മാദി ജന്മ എല്ലാവർക്കും അറിയാം, മലയാളത്തിലും ജന്മമാണ് ബർത്ത്. പക്ഷേ ജന്മ എന്ന് പറയുന്ന വാക്കിന്റെ ലിറ്ററൽ മീനിങ് ജനറേറ്റ്, സൃഷ്ടിക്കുക, ക്രിയേറ്റ്. നോക്കിക്കോളൂ, അതുകൊണ്ട് ഇംഗ്ലീഷിലും അതിനൊരു സാമ്യമുണ്ട്. ജന്മ, ജനറേറ്റ്. ആദി, ആദി എന്ന് പറയുമ്പോൾ ആദ്യം, തുടക്കം. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ ഉത്ഭവം ഇംഗ്ലീഷുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ, അവര് ഇംഗ്ലീഷിൽ അതിനെ ആഡം എന്ന് പറയും. ബൈബിളിൽ ആദ്യത്തെ പുരുഷന്റെ പേരെന്താണ്? ആഡം. അതേപോലെ യൂറോപ്പിൽ ഏറ്റവും ഉയർന്ന ശിഖരം, എത്താൻ പറ്റാത്ത ശിഖരം ആഡംസ് പീക്ക് എന്നാണ്. ഇപ്പൊ നമ്മൾ രാമേശ്വരത്തിന്റെ പാലം ഇല്ലേ, എന്ത് പാലം? പാമ്പ അതല്ല, മറ്റേ ലങ്കയ്ക്കുള്ള പാലം, സേതുബന്ധൻ. സേതു, അത് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പോയാൽ അവിടെ അതിന് പേര് ആഡംസ് ബ്രിഡ്ജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഉത്ഭവം കണ്ടുപിടിക്കാൻ പറ്റാത്തത്, ഉറവിടം അറിയാത്തത്, ആദ്യം എന്താണെന്ന് നിർവഹിക്കാൻ, വിശദീകരിക്കാൻ പറ്റാത്തതിന് ഇംഗ്ലീഷുകാർ കൊടുക്കുന്ന വാക്ക് ആഡം. ആ ആഡം എന്ന വാക്ക് ഏത് വാക്കിൽ നിന്ന് വന്നതാണ്? ആദി. ആദി എന്ന വാക്കിലിരുന്നാണ്. ആദികർത്ത, ആദിപ്രഭു, ആദിനാഥ്, ആദി എന്ന വാക്കിലിരുന്നാണ്. അപ്പൊ ജന്മാദി, തുടക്കം. ഈ ആദ്യത്തെ ശ്ലോകം, ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിന് പ്രഭുപാദർ ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് കൃഷ്ണ ഭഗവാനെ കുറിച്ചാണ്. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഈ ആദ്യത്തെ ശ്ലോകത്തിന് 5 വ്യത്യസ്തമായ, ഒരേ ശ്ലോകത്തിന് 5 വ്യത്യസ്തമായ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ആര്? വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ. പ്രഭുപാദർ ഈ ശ്ലോകത്തിൽ ഇരുന്ന് എന്താ ഡിറൈവ് ചെയ്യുന്നത്? കൃഷ്ണ ഭഗവാനെ. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഒരു എക്സ്പ്ലനേഷനിൽ മധുരാപുരിയെ കുറിച്ച് പറയുന്നു. ഇനി ഒരു എക്സ്പ്ലനേഷനിൽ രാധാറാണി. എവിടെയെങ്കിലും അതിൽ രാധാറാണിയെ കുറിച്ച് ഒരു വാക്കെങ്കിലും ഉണ്ടോ ആ ശ്ലോകത്തില്? പക്ഷെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ രാധാറാണിയെ കുറിച്ച് പറയുന്നു, ഭക്തിയെ കുറിച്ച് പറയുന്നു, മാധുര്യഭാവത്തിന്. ഇങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞ സംസ്കൃതത്തിൽ അനേകം 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 ഇതുണ്ട്. ലെറ്റർ നമ്മൾ ആദ്യം എല്ലാവരും ഇംഗ്ലീഷിലോ തമിഴിലോ മലയാളത്തിലോ സംസ്കൃതത്തിലോ പഠിക്കുന്ന അക്ഷരം ആ ആണ് ഫസ്റ്റ് ലെറ്റർ. എന്നാലും ഒരു ജീവൻ ആദ്യം ശബ്ദിക്കുന്ന അക്ഷരം ആ അല്ല. ഒരു കുഞ്ഞ് ആദ്യം ശബ്ദിക്കുന്ന അക്ഷരം ഏതാണ്? സുഹൃത്ത് പ്രഭു ആ അല്ല, പിന്നെന്താണ്?
ഒരു ജനിച്ച കുഞ്ഞ് ഫസ്റ്റ് ശബ്ദിക്കുന്ന അക്ഷരം മാ. അതുകൊണ്ടാണ് എന്താ പറയാ, ആ കുട്ടി എല്ലാം മാ ബേസ് ചെയ്ത് തന്നെ പറയും. ഭക്ഷണത്തിന് മമ്മം, അമ്മയ്ക്ക് മാ, കരഞ്ഞാ മാ, ചിരിച്ചാ മമ്മ, എല്ലാം എന്തിനെ ബേസ് ചെയ്തായിരിക്കും? മാ. ഇപ്പൊ ഈ മാ എന്ന ഒരു വാക്കിന് സംസ്കൃതത്തില് 100 കണക്കിൽ വിശദീകരണം. മാ എന്ന് വെച്ചാൽ ഭക്ഷണം, മാ എന്ന് വെച്ചാൽ മാതാവ്, മാ എന്ന് വെച്ചാൽ ആദ്യത്തെ ശബ്ദം, മാ എന്ന് വെച്ചാൽ ഭഗവാൻ. 100 കണക്കിൽ എക്സ്പ്ലനേഷൻ ഉണ്ട് ഏത് ഒരു അക്ഷരത്തിന്. അപ്പോ പ്രഭുപാദർ ഒരു വശത്ത് കൃഷ്ണ ഭഗവാനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഈ പ്രഥമ ശ്ലോകത്തിന് തന്നെ അനേകം വിശദീകരണം കൊടുത്തിരിക്കുകയാണ്. സോ ജന്മാദി യസ്യ, ഇതിന്റെ ഉത്ഭവം, ആദ്യത്തെ തുടക്കം. പിന്നെന്താണ് വേർഡ്? ജന്മാദി യസ്യ യതഃ അന്വയാത് ഇതരതസ്. അന്വയാത് ഇതരതസ്, നേരിട്ടും അല്ലാതെയും. ഇതര, അന്വയാത്, നേരിട്ടുള്ള അർത്ഥം. ഇതര, അത് അല്ലാത്ത അർത്ഥം. ജന്മാദി യസ്യ യഥാ അന്വയാത് ഇതരച്ച അർത്ഥേഷ്വ, അതിന്റെ സാരം. ഇവിടെ ഇത് യഥാ എന്ന ഒരു വാക്ക്, ഇതിനെ കുറിച്ച്, ഇത് നല്ലോണം ശ്രദ്ധിക്കണം, ഉറക്കം വരുന്ന ഒരു ഭാഗമാണ് ഇത്. വേദാന്തികൾ എപ്പോഴും ബ്രഹ്മസൂത്രത്തിന് മഹാവാക്യം എന്ന് പറഞ്ഞ് ചില വാക്യങ്ങളെ പറയും. ഏതൊക്കെയാണ്? മിനി മാതാജിക്ക് കറക്റ്റ് അറിയാം. വേദാന്തികള്, ബ്രഹ്മവാദികൾ മഹാവാക്യം എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി, പിന്നെ തത്വമസി, 4 മഹാവാക്യം. ഇവിടെ എല്ലാം ദൈവത്തിന് തത്, ഇതം, ഇങ്ങനെയൊക്കെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ മാതാജിയെ നോക്കി അത് ഇത് എന്ന് പറഞ്ഞ ആർക്കെങ്കിലും ഇഷ്ടപ്പെടോ? ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇവിടെ വേദാന്ത സൂത്രത്തില്, ബ്രഹ്മസൂത്രത്തിൽ തുടങ്ങുമ്പോ തന്നെ ദൈവത്തിനെ അത് ഇത് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഉടനെ വേദാന്തികൾ എന്ത് പറയും? അത് ഇത് എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ല, ദൈവത്തിന് രൂപമില്ല, ദൈവം സർവവ്യാപി, ഒരു ശക്തിയാണ്. അതുകൊണ്ടാണ് അത് ഇത്, ഈ അഹം ബ്രഹ്മാസ്മി തത്വം അസി, അത് നീയാകുന്നു, അങ്ങനെ ഒരു ബഹുമാനമില്ലാതെ കൊടുത്തിരിക്കുന്നു. പക്ഷെ അതിന് വേണ്ടിയല്ല, അത് ഫിൽറ്ററാണ്. ചായ ഉണ്ടാക്കിയതിന് ശേഷം ആ അരിപ്പിൽ ഒഴിക്കൂലേ? അരിപ്പിൽ ഒഴിക്കുമ്പോൾ അതിന് വേണ്ടാത്ത ഡസ്റ്റ് അതിൽ നിൽക്കും, ചായ താഴെ അല്ലെ? അത് ഒരു അരിപ്പാണ്. കാരണം ഭഗവാന് എല്ലാരെയും വേണ്ട. നമുക്ക് എല്ലാവർക്കും നമ്മളെ ചുറ്റിയും വളരെ അടുത്തൊരു പേഴ്സണൽ സർക്കിൾ ഉണ്ട്. ഉണ്ടോ ഇല്ലേ? നമ്മളെ ചുറ്റിയും വളരെ അടുത്തുള്ള ഒരു പേഴ്സണൽ സർക്കിൾ ഉണ്ട്. എന്റെ സ്വതന്ത്രമായ ഒരു സ്പേസ്. ഇന്ന് കാലത്ത് യുവദമ്പതികളൊക്കെ വഴക്കുണ്ടാക്കുമ്പോ പറയാറുണ്ട്, എന്റെ സ്പേസിൽ വരല്ലേ, എന്റെ സ്പേസിനെ ബഹുമാനിക്കണം. നമുക്കൊരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിനകത്ത് നമ്മൾ ആരെ കടത്തിവിടും? സ്കൂൾ പ്രിൻസിപ്പളെ കടത്തിവിടുമോ? രാഷ്ട്രീയക്കാരെ കടത്തിവിടുമോ? ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മാനേജറെ കടത്തിവിടും? ആരെ കടത്തിവിടും? ആ പേഴ്സണൽ സ്പേസിൽ ആരെ കടത്തിവിടും? എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെടുത്തും എന്താണ്, പിണങ്ങിയാ നീക്കി വെച്ചോളാം. എത്ര അടുപ്പമുള്ള വ്യക്തിയാണെങ്കിലും 2 ദിവസം കഴിഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോ അയാളെ നോക്കി അപ്പുറത്ത് വെച്ചോളാം. നമുക്ക് ചിലരെയൊക്കെ അറിയാം. എനിക്ക് ഒരാളെ പണ്ട് അങ്ങനെ പരിചയം ഉണ്ടായിരുന്നു. എന്റെ ലെക്ചറെല്ലാം കേൾക്കും. ഒരു ദിവസം ദേഷ്യം വരുമ്പോ ഫോൺ എടുത്തിട്ട് ലെക്ചറെല്ലാം ഡിലീറ്റ് ചെയ്യും. പിന്നെ 15 ദിവസം കഴിഞ്ഞ് ഓക്കെ ആവുമ്പോ വീണ്ടും ലെക്ചറൊക്കെ ഡൗൺലോഡ് ചെയ്യും. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. ആ പേഴ്സണൽ സ്പേസിൽ ഏറ്റവും അടുപ്പുള്ളവരെ കയറ്റും, പിണങ്ങിയ പുറത്ത് മാറ്റും. ഭഗവാന് ആരെയാണ് പേഴ്സണൽ സ്പേസിൽ ഇഷ്ടം? പരിശുദ്ധ ഭക്തര്. നമ്മളെയൊന്നും കേറ്റില്ല. പരിശുദ്ധമായ ഭക്തരെ മാത്രമേ കേറ്റുള്ളൂ. പക്ഷെ ഭാഗവതം വായിക്കുന്നത് പരിശുദ്ധ ഭക്തർ മാത്രമാണോ? ഇല്ലേ?
എത്രയോ പേര് ഒരു ശ്ലോകത്തിന്റെ അർത്ഥം പോലും അറിയാതെ പാരായണം ചെയ്യുന്നവരുണ്ട്. പാരായണം ചെയ്യുമ്പോ അടുത്ത് ഫ്ലാസ്കിൽ ചൂട് ചൂട് ചായയും വെച്ച് കുടിച്ച് പാരായണം ചെയ്യുന്നവരുണ്ട്. അമ്പലത്തിൽ പാരായണം കാശ് വാങ്ങിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഉച്ചയാകുമ്പോ എല്ലാരും ഊണ് കഴിച്ചിട്ട് എല്ലാരും കാലും നീട്ടി കാലിന്റെ പുറത്ത് ഭാഗം വെച്ച് ഉറങ്ങും. അപ്പൊ ഈ പാരായണക്കാരൻ എന്താ ചെയ്യുക? 50 പേജ് മറച്ചവൻ. ഈ മെനക്കെട്ട് എല്ലാം പാരായണം ചെയ്യണം. അപ്പൊ ഇവരെ എല്ലാം ഭഗവാൻ ആ പേഴ്സണൽ സ്പേസിൽ കയറ്റോ? നിർമ്മലമായ ഭക്തന്മാർ. 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, നിഗമകൽപതരോർ ഗലിതം ഫലം സുഖമുഖാദമൃത ദ്രവ സംയുക്തം പിപത ഭാഗവതം. അങ്ങനെയുള്ളവരെ കയറ്റി വിടുള്ളൂ. അപ്പോ ഭഗവാൻ എങ്ങനെയെന്ന് വെച്ചാൽ ഇത് നമ്മളെ ലൈഫിലും ചെയ്യാറുണ്ട്. നമ്മളൊരു കാര്യം ചെയ്തു, ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോ പറയാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തു എന്ന് പറയില്ല. ഈ അസൂയയും അമിതമായ ഞാൻ എന്ന് ചിന്തിക്കുന്നവനാണ് ഞാൻ ചെയ്തു, അടുത്തവൻ ചെയ്തതും ഞാൻ ചെയ്തു എന്ന് പറയും. യഥാർത്ഥ വിനയമുള്ളവൻ ഞാൻ ചെയ്തു എന്ന് അറിയില്ല. രാവിലെ വന്നപ്പോഴേ അവിടെ ഉണ്ടായിരുന്നു. വേറെ ആരോ സ്വയം പുകഴ്ത്തില്ല. അതുകൊണ്ട് കൃഷ്ണ ഭഗവാൻ തന്നെ എന്ത് പറയാ? അത് ഇത്. എന്തുകൊണ്ട്? പരിശുദ്ധ ഭക്തർക്ക് അടുത്ത് മാത്രം, മറ്റുള്ളവർക്ക് വരാണ്ടേയിരിക്കും. ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നത് പരമ ആചാര്യന്മാരും ഭക്തന്മാരും മാത്രമാണ്. അതുകൊണ്ട് അവിടെ വ്യാഖ്യാനം എഴുതുമ്പോ അവരെന്ത് പറയും? അത് എന്ന് വരുമ്പോ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ. വേദാന്തികൾ ചോദിക്കും, അവിടെ അത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അവിടെ എക്സ്പ്ലനേഷൻ കൃഷ്ണ എന്ന് കൊടുക്കും. നമുക്ക്, അതായത് ഒരു പരിശുദ്ധ ഭക്തന്, വ്യാസദേവനും ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനും പ്രഭുപാദർക്കും അറിയാത്ത കൃഷ്ണനെയാണോ ഒരു വേദാന്തി മനസ്സിലാക്കാൻ പോകുന്നത്? ഇല്ല, അല്ലേ? ട്രെയിന് ദൂരെ നിന്ന് കാണുന്ന പോലെ. ഇപ്പൊ നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കാണ്. നമ്മൾ മുന്നേ പിന്നെ ഇതുവരെ ജീവിതത്തിൽ ട്രെയിന് കണ്ടിട്ടില്ല. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. അപ്പൊ ഫസ്റ്റ് അവിടെ നിന്ന് എന്ത് കേൾക്കും? ഒരു വിളി, ഒരു ശബ്ദം. അത് കഴിഞ്ഞ എന്ത് കാണും? ഒരു ലൈറ്റ് മാത്രം കാണും. അപ്പൊ ദൂരെ ഇരുന്ന് കാണുന്നവന്റെ അടുത്ത് ട്രെയിൻ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു മഞ്ഞ കളർ ലൈറ്റ് ആണ് എന്ന് പറയും, ഇല്ലേ? കുറച്ചും കൂടെ പെട്ടി അടുത്ത് വരുമ്പോ ലൈറ്റും അതിന്റെ ബാക്കിൽ ഒരു ഭീമാകാരമായ ഒരു സാധനം, വല്ലാത്ത ശബ്ദവും, അപ്പൊ അവൻ എന്ത് പറയും? ട്രെയിൻ എന്ന് പറഞ്ഞാല് ഒരു ശബ്ദത്തോട് ഒരു ലൈറ്റ്, ഒരു സാധനം. ഈ ട്രെയിൻ മുഴുവനും പോകുന്നതിനെ കണ്ടവന് മാത്രമേ ട്രെയിൻ എന്താണെന്ന് അറിയൂ. എന്നാൽ അവനേക്കാളും പൂർണ്ണമായ ജ്ഞാനം ട്രെയിൻ ഓട്ടിക്കുന്നവനെ ഉണ്ടാവും. അതേപോലെ വേദാന്തികൾക്കും മായാവാദികൾക്കും വെറും ശാസ്ത്ര പണ്ഡിതന്മാർക്കും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഒരു ഭക്ത്യാമാം അഭിജാനാതി യാവാൻ യാസ്യാസ്മി തത്വതഃ ത്യക്ത്വതോ എന്താണ് എന്തോ ജ്ഞാത്വ. നെക്സ്റ്റ് ലൈൻ, വിശതേ തദ് അനന്തരം. അപ്പോ ഇവിടെ ആചാര്യന്മാർ എവിടെയെല്ലാം അത് ഇതെന്നൊക്കെ വരുന്ന സ്ഥലത്ത് വ്യാഖ്യാനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് കൊടുക്കുന്നു. കാരണം അവർക്ക് മാത്രമേ അത് പറയാനും അധികാരമുള്ളത് കൃഷ്ണ ഭഗവാനാണെന്ന്. അപ്പൊ വേദാന്തികൾ പറയുമ്പോൾ അത് ഇത് എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മം, ദൈവത്തിന് രൂപമില്ല, ദൈവത്തിന് ഗുണങ്ങളില്ല എന്ന് പറഞ്ഞ് അവര് ബ്രഹ്മവാദ വ്യാഖ്യാനം അവരവിടെ കൊടുത്തു. ഓക്കെ. ഞാനൊരു നല്ല ഉദാഹരണം എടുത്തു വെച്ചു. ഞാൻ ഒരു സിനിമാ നടനെ നേരിട്ട് കണ്ടു. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ആള് ഒരു കയ്യിൽ 100 പേരെ അടിക്കും. ഉള്ള നടിമാരെല്ലാം നടനെ ചുറ്റി വരും. ഭയങ്കര ലുക്കും സൈസും. അബദ്ധത്തിൽ ഒരിക്കലും നേരിട്ട് കണ്ടു. അയ്യേ, ഇയാളായിരുന്നു എന്ന് തോന്നിപ്പോയി. എന്റെ തോള് വരെയുള്ള ആ മനുഷ്യൻ, ഞാൻ പേര് പറയുന്നില്ല, അത്ര പ്രസിദ്ധനായ നടനാണ്. ആകപ്പാടിന്റെ തോള് വരെയുള്ളൂ. അയാൾ കുനിയില്ല, കുനിഞ്ഞ വിഗ് താഴെ വരും. കാല് ഈർക്കല് പോലെ, മറ്റേ കൊതുവിനെ പോലെ. സത്യം. എന്റെ കൂടെ കുറച്ചു പേരൊക്കെ അന്ന് വന്ന് കണ്ടു. അയ്യേ, ഇതായിരുന്ന ഇവിടത്തെ ഈ ഫേമസ് അല്ലേ? വളരെ അടുക്കുമ്പോഴേ നമുക്ക് ഒരു വസ്തുവിന്റെ സത്യാവസ്ഥ മനസ്സിലാവും, അല്ലേ? അല്ലാതെ നമ്മൾ കാണുന്നതെല്ലാം വേറെയാണ്.
നമ്മൾ കാണുമ്പോൾ അത്രയും അടുക്കുമ്പോഴേ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. അതൊരിക്കലും പ്രഭുപാദർ തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ, UK ഭക്തിവേദാന്ത മാനർ പാർക്കിൽ അവിടെ ഇരുന്ന് പ്രഭുപാദർ ഇരിക്കുന്നു. ചുറ്റിയും പല സാധുക്കൾ, പല ആധ്യാത്മിക വ്യക്തികൾ, സാധുക്കൾ എല്ലാം വന്നിരിക്കുന്നു. പ്രഭുപാദർ അവിടെ. പ്രഭുപാദർ ചോദിച്ചു അവരെടുത്ത്, ദൈവം ആരാണ്? അപ്പൊ ഒരാൾ പറഞ്ഞു ശക്തിയാണ്, ഊർജമാണ്, അതാണ് ഇതാണ്. ഓരോരുത്തരും ഓരോ എക്സ്പ്ലനേഷൻ കൊടുത്തു. അവിടെ ഒരു കൊച്ചു കുട്ടി, സരസ്വതി എന്ന് പേര്, ഒരു കൊച്ചു പെൺകുട്ടി, ഒരു ഡിവോട്ടിയുടെ മകൾ, ഗുരുകുല കുട്ടി അവിടെ കളിച്ചോണ്ടിരുന്നു. പ്രഭുപാദർ ആ കുട്ടിയെ വിളിച്ചു. കുട്ടിയെ അടുത്ത് ചോദിച്ചു, ഹൂ ഈസ് ഗോഡ്? ദൈവം ആരാ? ആ കുട്ടി വളരെ സിംപ്ലി കൃഷ്ണ എന്ന് പറഞ്ഞ് പ്രഭുപാദയുടെ കയ്യിൽ നിന്ന് ഒരു തിന്നണ സാധനം എടുത്തുണ്ടെങ്കിൽ പോയി. അതായത് ആ വലിയ വലിയ വേദാന്തികൾക്കും തത്വചിന്ത അവർക്ക് പോലും മനസ്സിലായില്ല. അവരത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കുഞ്ഞ് നിസാരമായി കൃഷ്ണൻ എന്ന് പറഞ്ഞു. അതായത് ഭക്തർക്ക് മാത്രം, ഭക്തിയിൽ കൂടെ സമീപിച്ചാലേ ഭാഗവതം മനസ്സിലാവുകയുള്ളൂ. ഭക്തിയിൽ കൂടെ അത് വായിച്ചാൽ മാത്രമേ പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. ശ്രീമദ് ഭാഗവതം കീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ. അപ്പോ ജന്മാദിയസ്യ യതഃ അന്വയാത് ഇതരതശ്ചാർത്തേഷ്വ അഭിജ്ഞസ്വരാട്. നേരിട്ടും അല്ലാതെയും എല്ലാ രീതിയിൽ കൂടെയും ഇതിന് പൂർണ്ണ കാരണക്കാരൻ ഭഗവാനാണ്. അഭിജ്ഞ, സർവതിന്റെയും ജ്ഞാനം. അഭിജ്ഞ ജ്ഞാനം, അഭിജ്ഞ പൂർണ്ണമായ ജ്ഞാനമുള്ളതും അദ്ദേഹമാണ്. സ്വരാട്, കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ് ഭഗവാൻ. നേരിട്ടും അല്ലാതെയും. ഭഗവാൻ നേരിട്ടും എല്ലാം ചെയ്യും, ഭഗവാൻ അല്ലാതെയും. സൃഷ്ടി ഭഗവാൻ നേരിട്ടും ചെയ്യും, ബ്രഹ്മാവിൽ കൂടെയും ചെയ്യും. പൂർണ്ണ ജ്ഞാനം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ബോഡി ഉണ്ട്, ഇത് നമ്മുടെ ശരീരമാണ്. മിനി മാതാജി ഡോക്ടറുമാണ്. എന്നാലും നമ്മുടെ ശരീരത്തിനെ കുറിച്ച് പൂർണ്ണ ജ്ഞാനം നമുക്കുണ്ടോ? ഇപ്പൊ എന്താണ് അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും അറിവുണ്ടോ? അകത്ത് എന്താ നടക്കുന്നത്? നമ്മുടെ ശരീരത്തിനെ കുറിച്ച് പൂർണ്ണ അറിവുണ്ടോ? ഇല്ല. നമ്മളെ മക്കളെ കുറിച്ച് പൂർണ്ണ അറിവുണ്ടോ? അതുമില്ല. വീട്ടിനെ കുറിച്ചുണ്ടോ? ഇല്ല. വീട്ടിലുള്ള പട്ടിയെ കുറിച്ച് അറിവുണ്ടോ? നമുക്ക് ഒന്നും അറിയില്ല. ഭഗവാന് പൂർണ്ണ അറിവുണ്ട്. അടുത്ത വാക്ക് സ്വരാട്ട്. സ്വരാട്ട് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ്. റാട്ട് എന്ന മൂല റൂട്ട് വേർഡ്, അതിൽ നിന്നാണ് രാട്ട്.
രാഷ്ട്ര, രാജ്യ, രാജ എന്ന വാക്കുകളെല്ലാം ഉത്ഭവിച്ചത്. കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ്. സ്വരാട്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ മാത്രം ആശ്രയിക്കുന്ന. ഇൻഡിപെൻഡന്റ് മലയാളത്തിൽ എന്ത് പറയും? സ്വതന്ത്രൻ. പക്ഷെ ഈ സ്വരാട്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇൻഡിപെൻഡന്റ് എന്ന് വ്യാഖ്യാനം ചെയ്തിട്ടുണ്ടെങ്കിലും അർത്ഥം അതല്ല, സ്വതന്ത്രനല്ല, സ്വയം അദ്ദേഹത്തിനെ മാത്രം ആശ്രയിക്കുന്നു, വേറെ ഒന്നിന്റെയും ആവശ്യമില്ല. ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് ലൈഫിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും? ഞാൻ ഇത് ചെയ്തു എന്നൊരു ക്രെഡിറ്റ് എടുക്കാൻ പറ്റും? ഞാൻ ഇത് ചെയ്തു. ഇപ്പൊ ഒരാൾ പറയാം, ഞാൻ അടിപൊളി സദ്യ ഉണ്ടാക്കി, ശരിക്കും ആ ക്രെഡിറ്റ് അയാൾക്കാണോ? അതിന്റെ ഇൻഗ്രീഡിയൻസ് ദൈവം ഉണ്ടാക്കിയത്, വെള്ളം ദൈവം അടുപ്പ് തീ എല്ലാം ഉണ്ടാക്കിയത്. ഇനി തീ കത്തിച്ച് അത് ഇട്ടാലും അത് ഇട്ടത് കൊണ്ട് വെന്തില്ല, തീ കൊണ്ട് വെന്ത. അത് ഇങ്ങനെ എല്ലാത്തിന്റെ വേര് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞാൻ ചെയ്തു എന്ന് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ? എനിക്ക് നല്ല ഒരു ഉദാഹരണം ഇപ്പൊ ഓർമ്മയിൽ വരുന്നു. വളരെ സുന്ദരിയായ ഒരു സിനിമാ നടിക്ക് ഇന്റർവ്യൂ നടന്നു. അപ്പൊ ഇന്റർവ്യൂ എടുക്കുന്ന ആള് തുടങ്ങണ മുമ്പേ ആ സ്ത്രീയെ പുകഴ്ത്തുകയാണ്. നിങ്ങൾ ഭയങ്കര, നിങ്ങളുടെ സൗന്ദര്യ സുന്ദരിയാണ്, ആനയാണ്, ചേനയാണ്, ഇങ്ങനെ പറയുമ്പോ കേൾക്കുമ്പോൾ ഇഷ്ടം തോന്നാത്തവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഡ്രസ്സ് കൊള്ളാം, നിങ്ങളെ കാണാൻ കൊള്ളാം, നിങ്ങളുടെ ഇത് കൊള്ളാം, ബുദ്ധി കൊള്ളാം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇഷ്ടം തോന്നാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും നിർത്തല്ലേ, പക്ഷെ ആ ഇന്റർവ്യൂവിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, വളരെ സിംപ്ലി ആ ആക്ട്രസ് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല സൗന്ദര്യമാണ്, ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു മൈ പാരന്റ്സ്. അതിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? ഞാൻ സുന്ദരിയായി ജനിച്ചത് എന്റെ ക്രെഡിറ്റ് അല്ല, ആ ക്രെഡിറ്റ് ആർക്കാണ്? എന്റെ പാരന്റ്സ്. സിമ്പിൾ ആൻസർ ആയിരുന്നു, പക്ഷെ നല്ലൊരു മൂല്യമുള്ള ഒരു ആൻസർ ആണ്. ഈ സൗന്ദര്യത്തിൽ അഹങ്കരിക്കാൻ അത് അച്ഛനമ്മ തന്നതാണ്. അവരുടെ ജീൻസും അവരുടെ ക്രോമസോമും അവരുടെ കോമ്പിനേഷൻ കൊണ്ടാണ് ഈ കളറും രൂപമൊക്കെ വന്നത്, അല്ലേ? അപ്പൊ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്വന്തം ഞാൻ ചെയ്തു എന്ന് അഭിമാനിക്കാൻ പറ്റും? ഒന്നുമേയില്ല. എല്ലാം മത്തഃ സ്മൃതിർജ്ഞാനം അപോഹനം ച. അർജുന, നിനക്ക് ഓർമ്മശക്തിയും ഞാനാണ് തന്നത്, അറിവും ഞാനാണ് തന്നത്, മറവിയും ഞാനാണ് തന്നത്, എല്ലാം ഭഗവാനാണ് തന്നത്. പക്ഷെ ഭഗവാൻ സ്വരാട്ടാണ്, ഒന്നിനും ഭഗവാന് ആശ്രയമില്ല. അപ്പൊ ഫസ്റ്റ് ലൈൻ, ജന്മാദ്യസ്യ യഥോ അന്വയാദിതരതശ്ചാത്തേഷ്വ അഭിജ്ഞസ്വരാട്ട്. സ്വതന്ത്രനായി ഭഗവാൻ പൂർണ്ണജ്ഞാനത്തോട് നേരിട്ടും അല്ലാതെയും ഈ പ്രപഞ്ച സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ കാരണമാണ് ഭഗവാൻ. ഫസ്റ്റ് ലൈന്റെ അർത്ഥം. ഇനി ഈ ശ്ലോകത്തിൽ എത്ര ലൈൻ ഉണ്ട്? 3 ഉള്ളൂ. സെക്കൻഡ് ലൈൻ, തേനേ ബ്രഹ്മഹൃദായേ ആദികവയേ മുഹ്യന്തി. തേനേ ബ്രഹ്മഹൃദായേ ആദികവയേ മുഹ്യന്തി യത് സൂരയഃ. ആ ജ്ഞാനം, തേനേ, അത്, ഇവിടെ എല്ലാം അത് ഇതെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തിന്? ഇഷ്ടമില്ലാത്തവർ അടുത്ത് വരണ്ട. നല്ല സദ്യ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായത്? ശരിയായില്ല കേട്ടാ, ഇന്ന് എന്താണ് നീ കഴിക്കാതെ പോയി, വേറെ ആൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. രാധാറാണി ഭഗവാൻ കൃഷ്ണന് വേണ്ടി പാചകം ചെയ്തിട്ട് ഒരു ദിവസം ദുർവാസ മുനി നിർബന്ധിച്ചത് തന്നപ്പോ ശപിച്ചാണ് രാധാറാണി കൊടുത്തത്. ആർക്ക്? രാധാറാണി അത്ര വിപുലമായി, അത്ര സ്നേഹത്തോട് വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കിയിട്ട് കൃഷ്ണ ഭഗവാന് വേണ്ടി മാറ്റിവെച്ചപ്പോ തിന്നാൻ ആര് കയറി വന്നു? ദുർവാസാവ്. രാധാറാണിക്ക് ഇഷ്ടപ്പെടുവോ? തന്നില്ല. ദുർവാസാവാണെങ്കിൽ വാശി, ഇതെല്ലാം കഴിച്ചിട്ടേ ഞാൻ പോകും. കുറച്ചു കൊടുത്തപ്പോ ദുർവാസാവ് എന്ത് പറഞ്ഞു? ഇതിനെ കഴിക്കാതിരുന്നാ മതിയായിരുന്നു, കഴിച്ചപ്പോ എന്റെ വിശപ്പ് കൂടി, ഉള്ളതെല്ലാം താ. രാധാറാണി എങ്ങനെയാ ദുർവാസാവിന് കൊടുത്ത? തിന്ന് നശിച്ചങ്ങ്, അല്ലേ? എല്ലാം സ്നേഹത്തിനാണ് അവിടെ പ്രാധാന്യം കൂടുതൽ. പശു കിടാവിന് പാല് കൊടുക്കുന്നത് സ്നേഹം കൊണ്ടാണ്. ഭൂമി ദേവി നമുക്ക് എല്ലാവർക്കും ധാന്യങ്ങളും പഴങ്ങളും എല്ലാം തരുന്നത് സ്നേഹം കൊണ്ടാണ്. അമ്മ കുഞ്ഞിനെ വളർത്തുന്നത് സ്നേഹം. ഈ പ്രകൃതി എല്ലാം തരുന്നത് എല്ലാം സ്നേഹം കൊണ്ട്. ഭഗവാൻ ഈ പ്രപഞ്ചം നടത്തുന്നതും സ്നേഹം കൊണ്ടാണ്. അപ്പൊ ഇവിടെ എല്ലാം അത് ഇത് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആ ജ്ഞാനം തേനെ, എവിടെ?
ആദികവി. ആദികവി ആരാണ്? ബ്രഹ്മാവ്. ഇവിടെ ഇനിയൊരു അർത്ഥം എന്താണെന്ന് വെച്ചാല് ബ്രഹ്മാവിന് പോലും ഇത് മനസ്സിലായില്ല. ബ്രഹ്മാവിന് തേനേ ബ്രഹ്മഹൃദായേ ആദികവയേ, ആദികവിയായ ബ്രഹ്മാവ്. ബ്രഹ്മ എന്ന് പറയുന്നത് ഇവിടെ ജ്ഞാനത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മാവിന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു എന്ന് വെച്ചാൽ ബ്രഹ്മാവിനെ മനസ്സിലായില്ല. അപ്പോ ഇതിലും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭാഗവതം നമുക്ക് മനസ്സിലാവില്ലേ? ഭഗവാൻ വിചാരിച്ചാലേ എന്ത് മനസ്സിലാവുള്ളൂ. സോ ഇവിടെ എന്താ പറയണെന്ന് വെച്ചാൽ ഭാഗവതം ഒരു വ്യക്തിയാണ്. എത്ര ബുക്കിനെ റെസ്പെക്ട് ചെയ്യുമോ, എത്ര അതിനെ അപ്രോച്ച് ചെയ്യുമോ, എത്ര എളിമയോട് ഭാഗവതത്തിനെ സമീപിക്കുമോ, ഭാഗവതം പതുക്കെ താമര പുഷ്പം പോലെ ഓപ്പൺ ആക്കി നമുക്ക് ആരെ തരും? ഭഗവാനെ. പ്ലാസ്റ്റിക് കവർ തുറന്നിട്ടേ. സരസ്വതി പൂജയ്ക്ക് ഒരു പൊട്ട് തുറന്ന് വായിച്ചിട്ടില്ല. ചിലപ്പം പൂജാമുറിയിൽ കൃഷ്ണന്റെ ഫോട്ടോ വീണു പോയാൽ ബാക്കിൽ സ്റ്റാൻഡ് ഏത്? ഭാഗവതം. ചിരിക്കണ്ട, ഞാൻ ഇവിടെ ചിലരുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. അത് 3 വോളിയം അട്ടി വെച്ച് ഏതാ ചരിച്ചു വെച്ചിരിക്കുന്നത്? കൃഷ്ണന്റെ ഫോട്ടോ സ്റ്റാൻഡ്. ഈ ഭാഗവതം മനസ്സിലാവും. അതൊരു വിഗ്രഹം. ആ വിഗ്രഹത്തിനെ ബഹുമാനപൂർവ്വം നമ്മൾ അപ്രോച്ച് ചെയ്യുകയും ആരാധിക്കുകയും റെസ്പെക്ട്. എത്ര വിനയത്തോട് ക്ലാസ് എടുക്കാൻ വേണ്ടി പഠിക്കുക, കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി പഠിക്കുക. ആരില്ല വ്യാസനിൽ കുറ്റം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പ്രഭുപാദ രീതിയിൽ കുറ്റം കണ്ടുപിടിക്കുക. ഇങ്ങനെയൊക്കെ പഠിച്ചാൽ ഭാഗവത പുരുഷൻ ഇതാവോ? ബ്രഹ്മാവിനെ മനസ്സിലായില്ല. അപ്പൊ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ബ്രഹ്മാവ് ഭഗവാനെ ശരണം പ്രാപിച്ചത് കൊണ്ട് ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ഭഗവാൻ ഭാഗവതം പറഞ്ഞു. തേനേ ബ്രഹ്മഹൃദയേ, ആദികവിയായ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ഈ ജ്ഞാനം കൊടുത്തു. മുഹ്യന്തി യത്സൂരയഃ, ബ്രഹ്മാവിന് മനസ്സിലായെങ്കിലും സുരന്മാർക്ക് മനസ്സിലായില്ല. സുരന്മാരാരാണ്? ദേവന്മാർ. അവർക്കത് മനസ്സിലായില്ല. എത്ര ശ്രമിച്ചാലും നമ്മുടെ കഴിവ് കൊണ്ട് ദൈവത്തിനെ മനസ്സിലാക്കാനും പറ്റില്ല, കൃഷ്ണന്റെ അടുത്ത് എത്താനും പറ്റില്ല. ഭാഗവതവും ഭക്തന്മാരും ഉണ്ടെങ്കിൽ മാത്രമേ ആരടുത്ത് പോകാൻ പറ്റുള്ളൂ? കൃഷ്ണ ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റും. കൃഷ്ണ ഭഗവാനെ 100% മനസ്സിലാക്കി എന്ന് ഒരു വ്യക്തിക്കും ഈ പ്രപഞ്ചത്തിൽ അവകാശപ്പെടാൻ പറ്റില്ല. കാരണം ബലരാമൻ പോലും അവകാശപ്പെടുന്നില്ല ആരെ മനസ്സിലാക്കിയെന്ന്? കൃഷ്ണനെ. 1 കൊല്ലം കൃഷ്ണൻ എക്സ്പാൻഡ് ചെയ്തു. നിങ്ങൾക്ക് ആ കഥ അറിയാമല്ലോ. ഭാഗവതത്തില് ബ്രഹ്മാവ് എന്ത് ചെയ്തു? കൃഷ്ണ ഭഗവാന്റെ 1000 ഗോപന്മാരെ മോഷ്ടിച്ചു കൊണ്ടുപോയി 9 ലക്ഷം പശുക്കളെയും കൊണ്ടുപോയി ഗുഹയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ചു. ആര്? ബ്രഹ്മാവ്. അപ്പൊ ആ 1 കൊല്ലകാലം ഭഗവാൻ തന്നെ വിസ്തരിച്ചു. എന്തായിട്ട്? 1000 ഗോപന്മാരും 9 ലക്ഷം പശുക്കളായിട്ട് ഭഗവാൻ തന്നെ മാറി. 1 വർഷം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ആര്? ബലരാമൻ. ബലരാമനെ മനസ്സിലായി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ സാധാരണക്കാർ മനസ്സിലായി എന്ന് അവകാശപ്പെടാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. കൃഷ്ണ ഭഗവാന്റെ ഒരു പ്രത്യേക ക്വാളിറ്റിയാണ് അചിന്ത്യ. ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് ഗ്രേ ഏരിയ എപ്പോഴും ഉണ്ടാവും. അൺഅണ്ടർസ്റ്റാൻഡബിൾ, അചിന്ത്യ, നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്തുള്ള വിഷയമാണ്. അതും ഭഗവാന്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് കുറച്ച് ഏരിയ നമുക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ 2ാമത്തെ വരിയുടെ അർത്ഥം എന്താണ്? തേനേ ബ്രഹ്മഹൃദയേ ആദികവയേ, ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ജ്ഞാനമുണ്ടായി. മുഹ്യന്തി യത്സൂരയഃ, ദേവഗണങ്ങൾ പോലും മോഹാലസ്യത്തിൽ, ഇല്യൂഷനിൽ ചാടി. ഇനി അടുത്തത് കണക്ഷൻ. ആ ഇല്യൂഷൻ എന്താണ്? ഇല്യൂഷൻ എന്ന് മലയാളത്തിൽ എന്ത് പറയും? മായ. ഇല്യൂഷൻ, മോഹ, മായ. അതെന്താണെന്ന് അടുത്ത വരിയിൽ പറയും. കാരണം ഭഗവാനെ അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇപ്പൊ രാമായണം വായിച്ചാല് ശ്രീരാമന്റെ കൂടെ വിശ്വാമിത്രർ ഉണ്ടായിരുന്നു, ഭരദ്വാജൻ ഉണ്ടായിരുന്നു, ദുർവാസാവുണ്ട്, പല ഋഷിമാരുണ്ടായിരുന്നു. പക്ഷെ ചിലർക്കൊന്നും ഇത് പരമദിവ്യോത്തമ സർവേശ്വരനാണെന്ന് അറിയില്ല. ഇന്ദ്രൻ വന്ന് ഓരോ പ്രാവശ്യം ബുദ്ധിമുട്ട് വരുമ്പോഴും കൃഷ്ണ ഭഗവാനെ സഹായത്തിന് വിളിക്കുന്നു.
ഒരു യുദ്ധത്തിന് വേണ്ടി കൃഷ്ണ ഭഗവാനെ സഹായത്തിന് വിളിച്ചു ഇന്ദ്രൻ. ഭഗവാൻ പോയി സഹായിച്ചു. അപ്പൊ ഇന്ദ്രൻ എന്ത് ചെയ്തു? ഒരു പാരിജാത പുഷ്പ ഗിഫ്റ്റായി, വലിയൊരു യുദ്ധത്തിന് വന്ന് സഹായിച്ചതാ. എന്ത് ഗിഫ്റ്റാ കൊടുത്തത്? ഒരു പാരിജാത പുഷ്പം. സത്യഭാമ പറഞ്ഞു, എനിക്ക് മരം മൊത്തത്തിൽ വേണം. കൃഷ്ണ ഭഗവാൻ ചെന്ന് ചോദിച്ചു, പാരിജാത പുഷ്പം ചോദിച്ചപ്പോ ഇന്ദ്രൻ പറഞ്ഞു, ഞാനൊന്ന് സ്നേഹത്തിൽ ഒരു പൂ തന്നപ്പോ ദ്വാരകയിൽ ക്ഷത്രിയനായ കൃഷ്ണൻ തന്റെ സ്ഥാനം മറന്ന് ദേവഗണങ്ങൾക്ക് തുല്യമായി പാരിജാതം മുഴുവനും ചോദിക്കാനുള്ള അഹങ്കാരമായോ? ആരെടുത്ത ചോദിക്കുന്നത്? ഇന്ദ്രന്റെ അടുത്ത്. സോറി, കൃഷ്ണ ഭഗവാന്റെ അടുത്ത് ഇന്ദ്രൻ ചോദിക്കുക. ഭഗവാൻ ഒരു പൊട്ട് കൊടുത്തു. ഇന്ദ്രൻ നോക്കിക്കൊള്ളു. തലേന്നാണ് വന്ന് സഹായിച്ചത് കൃഷ്ണൻ. അസുരന്മാരുടെ കൂടെ ഉള്ള യുദ്ധം മുഴുവനും ജയിപ്പിച്ചു കൊടുത്തതാണ്. ഒരു മരം ചോദിച്ചതിന് തന്നില്ല. അഹങ്കാരം. ദേവന്മാർക്കും അവർക്ക് അറിയില്ല കൂടെ നിൽക്കുന്നത് സർവേശ്വരനാണ്. നമുക്കും ചിലപ്പോഴങ്ങനെയാണ്. ഭയങ്കര ഉയർന്ന ഭക്തനാണ് എന്റെ കൂടെ ജീവിക്കുന്നത്, സേവനം. നമ്മൾ ചിലപ്പം കാണാൻ വിട്ടുപോകുന്നുണ്ട്. അവരെ കൂടെയൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ട്, അവരെ വിമർശിക്കുന്നുണ്ട്, അപരാധങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്, അല്ലേ? ദേവഗണങ്ങൾക്കും ഋഷിമാർക്ക് പോലും രാമനാണെന്നും കൃഷ്ണ ഭഗവാനാണെന്നും അവർക്ക് തിരിച്ചറിഞ്ഞില്ല. തേനേ ബ്രഹ്മഹൃദായേ ആദികവയേ മുഹ്യന്തി യത് സൂരയഃ. അടുത്തത്, ആ ഇല്യൂഷൻ എങ്ങനെയാ? ദേവഗണങ്ങളും ഋഷിമാര് പോലും മോഹാലസ്യത്തിൽ വീഴുന്ന ആ ഇല്യൂഷൻ എന്താണ്? തേജോ വാരി വൃഥാം യഥാ വിനിമയ. തേജ തീ, അഗ്നി, വാരി വെള്ളം, മൃത ഭൂമി. ഇതിന്റെ ഒരു വിനിമയ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അവിയൽ, മിക്സിംഗ്, ഇല്യൂഷനാണ്. പെട്രോള് ലിക്വിഡ് ആണോ ഫയർ ആണോ? പെട്രോള് ലിക്വിഡ് ആണോ ഫയർ ആണോ? ലിക്വിഡ് ആണോ ഫയർ ആണോ? ലിക്വിഡ് ആണ്, ഫയർ അല്ല. ഐസ് ലിക്വിഡ് ആണോ സോളിഡ് ആണോ ഫയർ ആണോ? നിങ്ങൾ ഐസും ഫയറും നിങ്ങൾക്ക് അറിയില്ല. നമ്മളെ കൂടെ ബദ്രിനാഥ് ഇവിടെയൊക്കെ വരണം. അയ്യോ, അങ്ങനെ -2, 3 ആ ഗംഗയിൽ എത്ര പേര് അതിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല. ഗംഗയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല. ബദ്രിനാഥ് ഒരു മിനിറ്റ് നമ്മൾ കഷ്ടിച്ച് ഗംഗയിൽ നിൽക്കാൻ പറ്റില്ല. എണ്ണ 5 സെക്കൻഡ്, 6 സെക്കൻഡ്, മാക്സിമം 10 സെക്കൻഡ്. 10ാമത്തെ സെക്കൻഡ് ആകുമ്പോ കറണ്ടിൽ കൈവച്ച ഷോക്ക് അടിക്കൂലേ? അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള സർവത്ര നരമ്പിലും കറണ്ട് കയറും. ഐസ്. അപ്പൊ ഐസ് ലിക്വിഡ് ആണോ സോളിഡ് ആണോ ഫയർ ആണ്? ബുദ്ധിമുട്ടാണ് പറയാൻ, ഇല്ലേ? ഹൈവേയിൽ പോകുമ്പോ വേനൽക്കാലത്ത് ദൂരെ വെള്ളം കിടക്കുന്നത് പോലെ തോന്നും. തീയില് വെള്ളമുള്ളത് പോലെ തോന്നും. അല്ല, തീയിന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിന്റെ ഫ്ലെയിംസില് ഇങ്ങനെ ബാക്കിലുള്ള ഇമേജ് ഒക്കെ ആടും, വെള്ളമുള്ളത്. ഈ 3 സാധനവും ഭഗവാൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് ദേവന്മാർക്ക് പോലും ഒരു പിടിത്തവും ഇല്ല. ഏത് 3 സാധനം? ഏത് 3 സാധനം? തീയ്, തേജോ വാരി മൃതാം. തീയ്, വെള്ളം, ഭൂമി. ഈ 3 മിക്സ് ചെയ്ത് വെച്ച് ഋഷിമാർക്കും ദേവഗണങ്ങൾക്ക് പോലും തിരിച്ചറിയാം. തേജോ വാരി മൃതാം യഥാ വിനിമയ അത്ര ത്രിസർഗോ അമൃഷ. ഈ 3 മിക്സ് ചെയ്ത് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ, അതുപോലെ വേറെ 3 സാധനത്തിനെ മിക്സ് ചെയ്ത് വെച്ച് ഈ ഭൂമിയിൽ എല്ലാരെയും പിടിച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. ആ 3 സാധനം ഏതാണ്? ഈ 3 പോലെ ഇനിയൊരു 3 സാധനത്തിനെ വെച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. ആ 3 സാധനം ഏതാ? തേജോ വാരി മൃതാം. തീയ്, വെള്ളം, ഭൂമിയെ പോലെ, അതിനെ പോലെ ഈ ത്രിസർഗോ, ഈ 3 സാധനത്തിന് വെച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. ഏത് 3 സാധനം? സത്വരജോ തമോ. മനസ്സിലായോ? ശരി. ഇപ്പൊ ഒരു സയന്റിഫിക് ക്വസ്റ്റ്യൻ. തീയ്, ഇത് മാച്ച് ദ ഫോളോയിങ്. തീയ്, വെള്ളം, ഭൂമി. സത്വ, രജസ്, തമസ്. ഇത് 3 മാച്ച് ദ ഫോളോയിങ് ചെയ്യും. തീയ്, ഭൂമി, ജലം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് ഏതിൽ മാച്ച് ആവും? സത്വഗുണം ഏതാണ്? സത്വഗുണം ഏതാണ്?
സത്വഗുണം ഏതാണ്? അഗ്നി. എന്തിട്ടാലും ശുദ്ധി. സ്വർണം എങ്ങനെയാ ശുദ്ധീകരിക്കുക? തീയിലിട്ട്. ഏത് തീയിലിട്ടാലും ശുദ്ധമാകും. സെക്കൻഡ് രജോ ഗുണം വെള്ളം. ഭൂമി തമസ്. എല്ലാ അഴുക്ക് അവിടെ സ്റ്റോർ ആയിക്കോളും. ഭൂമി, അഗ്നി, ജലം, വായു, ഈ മൂന്നെണ്ണം. ഭൂമി തേജോ വാരി മൃതാം. ഭൂമി, ജലം, അഗ്നിയെ മിക്സ് ചെയ്ത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റാതെ ആകുന്നു, അതുപോലെ സത്വരജോതമോ മൂന്ന് ഗുണങ്ങളിൽ ഈ ഭൂമിയിലുള്ള സർവത്ര ജീവജാലങ്ങളും അതിനെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് ഭഗവാൻ. തേജോ വാരി മൃതാം യഥാ വിനിമയ യത്ര ത്രിസർഗോ അമൃഷ. അമൃഷ എന്ന വാക്കിന് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ മനസ്സിലാക്കാൻ പറ്റില്ല. സത്യം എന്നാൽ സത്യമല്ല. ഇപ്പോ എനിക്കും എന്റെ വൈഫിനും ഹസ്ബൻഡിനും ഉള്ള റിലേഷൻഷിപ്പ് ശാശ്വതമാണോ? ഇല്ല. എന്നാൽ ശാശ്വതമല്ല എന്ന് പറഞ്ഞ് കളയാൻ പറ്റുമോ? അല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ശാശ്വതമല്ല. എന്നാലും നമ്മൾ എങ്ങനെയാ ഡീൽ ചെയ്യുന്നത്? ശാശ്വതമായ ഈ പൈസ നമ്മുടെ കയ്യിലുണ്ട്, നമുക്കറിയാം നമ്മുടെ കൂടെ എന്നും കാണില്ല. എന്നാലും അതിനെങ്ങനെയാ സംരക്ഷിക്കുന്നത്? എന്റെ 14 പരമ്പരയ്ക്ക് ഇത് കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് സംരക്ഷിക്കുന്നത്. 4 ദിവസത്തിൽ ഈ തുണി കീറിപ്പോകും. എന്നാലും ആ തുണിയെ നമ്മൾ എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത്? ടൈറ്റ് ആയാലും ഇനി ഒരാൾക്ക് കൊടുക്കില്ല. അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടോ? അടിച്ച് ഞാൻ എന്തെങ്കിലും മെലിയുമ്പോ അത് ഇടാന്ന് പറഞ്ഞ് 20 കൊല്ലായിട്ട് അട്ടി വെച്ചിരിക്കും. ഇതാണ് തേജോവാരി മൃതാമിതാവിമായ. ഇതെല്ലാം ഇല്യൂഷനാണ്. സ്വപ്നം കാണുന്നത് യാഥാർത്ഥ്യമാണോ ഇല്യൂഷനാണോ? ഒരു സ്വപ്നം കണ്ടു, സ്വപ്നം യാഥാർത്ഥ്യമാണോ ഇല്യൂഷനാണോ? ഇല്യൂഷനാണ്. പക്ഷെ ആ സ്വപ്നത്തിന്റെ ഇടയ്ക്ക് ചിലപ്പം നിലവിളിച്ച് ഞെട്ടി ഉണരാം, മുഖത്തൊക്കെ വിയർത്തിരിക്കും, ഫാനൊക്കെ ഉണ്ടാവും, AC ഉണ്ടാവും, വിയർത്തിരിക്കും, ശ്വാസം മുട്ടൽ വരും, ഇരുട്ടത്ത് വെള്ളം കുപ്പിയൊക്കെ തെറിച്ച് കുടിച്ച്. അപ്പൊ അത് ഇല്യൂഷനാണോ റിയലാണോ? ഇല്യൂഷനാണോ റിയലാണോ? ചിലര് മനഃപൂർവ്വം അടുത്തുള്ള ആളെ ചവിട്ടേക്ക് ചെയ്തു. അമൃഷ. ഇത് സത്യമാണോ കള്ളമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഭഗവാൻ ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നു. തേജോ വാരി മൃതാം യഥാ വിനിമയ അത്ര ത്രിസർഗോ. എങ്ങനെയാണോ ഈ 3, അതുപോലെ വേറൊരു 3നെ വെച്ച് എല്ലാരെയും കബളിപ്പിക്കുകയാണ്. ലാസ്റ്റ് ലൈൻ, ധാംനസ്വേന സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി. ഇത് മെഡിറ്റേഷൻ. ധാംനസ്വേന, അത് വന്നിട്ട് തിരിച്ചിടുക. സ്വധാമ, ധാമ സ്വേന, ഇതിനെ തിരിച്ചിടുക. സ്വധാം. കൃഷ്ണ ഭഗവാനെ എങ്ങനെ ആരാധിക്കണം? ഭഗവാനെ ഒറ്റയ്ക്കല്ല ആരാധിക്കേണ്ടത്, അദ്ദേഹത്തിനോടൊപ്പം ആരെയും ആരാധിക്കണം. സ്വധാമം. ധാമം എന്ന് പറയുമ്പോ മഥുര, വൃന്ദാവനം, ഗോപന്മാർ, ഗോപസ്ത്രീകൾ, പശുക്കള്, രാധാറാണി. കൃഷ്ണന്റെ ധാമം എന്ന് പറയുമ്പോ ഓട്ടോമാറ്റിക്കലി എന്തായി? ഇത് എല്ലാം വന്നു. ധാംനസ്വേന സ്വധാമം. ധാംനസ്വേന സദാ, സദാസമയവും ആ കൃഷ്ണ ഭഗവാൻ നിരഷ്ട. ആ ഭഗവാൻ എന്തില്ല? നിരഷ്ട. അസ്ഥി, ആസ്തി പറയാറില്ലേ? എന്റെ ആസ്തി, വീട്. ആസ്തി എന്ന് വെച്ചാൽ എന്താ? അസ്തിത്വം എന്ന് വെച്ചാൽ എന്നേക്ക് എന്റെ കൂടെ ഉണ്ടാകും. ഇതിന് പല അർത്ഥമുണ്ട്. അത് കത്തിപ്പോയാല് അസ്ഥി, അതാണ് ശാശ്വതം, ഇതല്ല. മനസ്സിലായോ? എന്റെ വീടിനെ എന്റെ ആസ്തി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് എന്റെ ആസ്തിയാണ് എന്ന് വെച്ചാൽ ഇത് എന്നേക്കും എന്റെ കൂടെ കാണും എന്നാണ് അതിന്റെ അർത്ഥം. എന്തുകൊണ്ട് ഭസ്മത്തിനെയും അസ്ഥി എന്ന് പറയുന്നത്? വേദം പറയുന്ന അതെന്നേക്കും നിന്റെ കൂടെ കാണില്ല, നിന്റെ കൂടെ എന്നേക്കും കാണുന്നത് ഏതാണ്? ഈ അസ്ഥിയെ കാണുള്ളൂ. മനസ്സിലായോ? ഇതേ എന്നേക്ക്. കാരണം ഈ ആത്മാവ് പഞ്ചഭൂതങ്ങളിൽ നിന്ന് കടം മേടിച്ചതാണ് ഈ ശരീരം. ഒരു ദിവസം ഈ പഞ്ചഭൂതങ്ങളിലേക്ക് ഇത് തിരിച്ചു കൊടുക്കണം. എത്രയും പെട്ടെന്ന് കൊടുക്കുമോ അവൻ സംസ്കാര സമ്പന്നൻ. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കുന്ന പ്രോസസ്സാണ് തീയിലിടുക. ചിലര് പെട്ടിയിലിടും, ചിലര് മണ്ണിനകത്ത് കുഴിച്ചു വെക്കും, ചിലര് തീയിലിടും. ഈജിപ്തിലാണെങ്കിൽ പിറമിഡ് കെട്ടിവെക്കും. എന്ന് വെച്ചാൽ രാജാവ് ഒരു ദിവസം എണീറ്റ് വരുമെന്ന് പറഞ്ഞിട്ട്, അത് മാത്രമല്ല ക്രൂരന്മാര് 300-500 ജോലിക്കാരെയും കൂടെ അകത്തിട്ട് പൂട്ടിക്കളയും.
അതൊരു 50 വർഷത്തേക്ക് ചോറും സ്വർണവും പണവും ഒക്കെ അടച്ചു വെച്ചു. എന്ത് മഹാമണ്ഡത്തരമാണ്. രാജാവ് പോയ കൂടെ എത്ര പേര് പോണം? രാജാവിന്റെ അടിമകൾ അത്ര പേരെ അകത്തിട്ട് പൂട്ടും. അയാൾ നാളെ എണീറ്റ് വരുന്നതാണ് ഇവരുടെ വിശ്വാസം. ഇതെല്ലാം തെറ്റായ രീതി. മരിച്ചു കഴിഞ്ഞാൽ ഒരു മുഹൂർത്ത കാലത്തിനകം എന്ത് ചെയ്യണം? ഇതിനെ എടുത്ത സ്ഥലത്ത് തിരിച്ചു കൊടുക്കണം. കടം വെച്ചിട്ട് പോരും. അതെങ്ങനെയാ അത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കുക? അഗ്നി കൃതകം സ്മര, തീയിലിടുക. അതിനെ നീട്ടും തോറും ശാപം, പാപം കൂടുതലാണ്. മകൻ അമേരിക്കയിൽ നിന്ന് വരുന്ന 2 ആഴ്ച ഐസ് പെട്ടിയിൽ. ഇനി ചില മതവിശ്വാസികൾ പെട്ടിയിലാക്കി അങ്ങനെ വർഷക്കണക്കിലാക്കും. ചിലർ കുഴിച്ചു വെക്കും. സന്യാസി വര്യന്മാർ പൂർണ്ണമായി ശരീരം, മനസ്സ്, വാക്കുകൾ ഈശ്വരന് സമർപ്പിച്ച സന്യാസി വര്യന്മാരെ മാത്രമേ എന്ത് ചെയ്യാവൂ? സമാധി വെക്കാവൂ. അസ്ഥി ഭഗവാന്റെ ലൈഫിൽ നിര അങ്ങനെ ഒന്നുമില്ല. ഇതിന് 2 അർത്ഥമുണ്ട്. തന്റേതെന്ന് പറഞ്ഞു ഒന്നുമില്ല, മായ എന്ന് പറഞ്ഞും ഭഗവാന് ഒന്നുമില്ല. ആ പരമസത്യത്തിനെ ദാമത്തോടുകൂടെ സേചിത് മായയിൽ നിന്ന് പുറത്തായ ആ പരമസത്യത്തിനെ പരം ധീമഹി. സത്യം പരം, പരം സത്യം. പരം സത്യം എന്ന് വെച്ചാൽ കാലത്തിനെ വിജയിച്ചത്, മായയെ വിജയിച്ചത്, അതാണ് പരമസത്യം. എന്റെ കയ്യിൽ ഈ കടലാസ് പേപ്പറുണ്ട്. ഇത് സത്യമാണ്. പക്ഷെ ഇത് പരമസത്യമല്ല. എന്തുകൊണ്ട് ഇത് പരമസത്യമല്ല? ഇത് നഷ്ടപ്പെടാം. എപ്പോ വേണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാം, ഇല്ലേ? അത് സത്യം, പരമസത്യമല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരമസത്യം. കാലത്തിനെ വിജയിച്ചു, മായയെ വിജയിച്ചു, ശാശ്വതമായത്. ആ സത്യം പരം, പരം സത്യത്തിനെ ഞാൻ ധ്യാനിക്കുന്നു. ആ വാക്ക്, ഈ ധീമഹി എന്ന വാക്ക് ഋഗ്വേദത്തിൽ നിന്ന് എടുക്കപ്പെട്ട വാക്കാണ്. ധ്യാനം. ധ്യാനിക്കൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു മൂർത്തി വേണം. വെറുതെ ധ്യാനിക്കാൻ പറ്റൂലല്ലോ, അല്ലേ? ഈ ശ്ലോകം മൂർത്തിയുമാകുന്നു. അപ്പൊ ആദ്യം എഴുതി വെച്ചത് നോക്കൂ. ഈ ശ്ലോകം ഇത് 5ഉം ആകുന്നു. ഈ ശ്ലോകത്തിന്റെ സാരം ഏതാണ്? കൃഷ്ണ ഭഗവാനാണ്. ഈ ശ്ലോകത്തിൽ ധീമഹി എന്ന് പറഞ്ഞതുകൊണ്ട് വിഗ്രഹം ഏതാണ്? ഈ ശ്ലോകം തന്നെയാണ്. ഇത് ഓം നമോ ഭഗവതേ വാസുദേവ, വസുദേവന്റെ പുത്രനായ ഭഗവാനെ, അതായത് വെറുതെ പറഞ്ഞിട്ടില്ല. കൃഷ്ണ, അത് ഏത് കൃഷ്ണ? വസുദേവരുടെ പുത്രനായ, അതുകൊണ്ട് കൃഷ്ണനാണ്. പിന്നെ ഇത് ഈ ശ്ലോകം ഭാഗവതത്തിന്റെ കൺക്ലൂഷനുമാണ്. ഈ ശ്ലോകം ഭാഗവതത്തിന്റെ സാരവുമാണ്. ക്ലിയർ ആയോ? എത്ര പേർക്ക് വിശക്കുന്നു? രംഗമയി പ്രഭു മാത്രമേ ഉള്ളൂ. അപ്പൊ രംഗമയി പ്രഭുവിന് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ട, എല്ലാവർക്കും റൈറ്റ്. എനി ക്വസ്റ്റ്യൻസ്? ഇനി 2 ശ്ലോകം വൈകുന്നേരം. ഇപ്പൊ രാവിലെ ഇത്ര ഇരുന്ന് ഉറങ്ങിയത് കൊണ്ട് താല്പര്യമുള്ളവർക്ക് വരാം. എത്ര പേര് വൈകുന്നേരം കാണില്ല? എത്ര പേര് കാണും ഈവനിങ്? ഓക്കെ. സോ ഈ ശ്ലോകം വൈകുന്നേരത്തിന് മുമ്പേ പഠിക്കണം. മറന്നുപോയല്ലോ. ജന്മാദ്യസ്യ യഥാ അന്വയാദി തരത ചാതേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായേ ആദി കവയേ മുഹ്യന്തി യത് സൂരയഃ.